അവരുടെ അഭിപ്രായത്തെയും ആദ്യത്തെ ആളുകളുടെ അഭിപ്രായത്തെയും മാനിച്ച് നമുക്ക് ക്ലാസ് 8 മണിക്ക് തന്നെ, അതിനു മുമ്പുള്ള സമയം ചിലവാക്കുന്നതിന് പല ചെറിയ ചോദ്യോത്തരങ്ങളോ അല്ലെങ്കിൽ വല്ല പരദൂഷണമോ ഒക്കെ ആയിട്ട് നമുക്കങ്ങ് പോകാം. വൈകിട്ട് ഇതിൻ്റെ തുടർച്ച ക്ലാസ് പറ്റിയല്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ആ പോയി വരുന്ന ആളുകൾക്ക് വൈകുന്നേരം വീട്ടിലെത്തേണ്ടവരൊക്കെ കാണും. വണ്ടിയൊക്കെ അറിഞ്ഞാണ് ഈ സമയം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊരുമാതിരി ഏകാഗ്രമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആസമ തീരുമാനത്തെ മറികടന്ന് സ്വാമിജി നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും മറ്റു വികാരങ്ങളുമൊക്കെ കൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനമൊക്കെ ശരിയാണെന്ന് സ്വാമിജി പറയുമ്പോഴും നമ്മൾ സ്വാമിജി വെച്ചിരിക്കുന്ന അതിനെ അതിക്രമിച്ച് പറയരുത് എന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. വിജയനൊക്കെ വന്ന് പറയുക സ്വാമിജി പറഞ്ഞു എന്ന് എന്നോട് പറയും. സ്വാമിജിയോട് എന്ന് പറയുമ്പോൾ പറയും നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞു. എന്താ മധുസൂനാച്ചിരിക്കുന്നത്? മധുസൂനം കേട്ട പോലെ ഉണ്ടല്ലോ. എന്തോ മധുസൂന, ശരിയാണോ? ഏതാ മധുസൂന? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം വിജയൻ എന്നോട് പറഞ്ഞത് സ്വാമിജി പറഞ്ഞു എന്നാണ്. പക്ഷെ സ്വാമിജിയോട് വിജയൻ ചെന്ന് പറഞ്ഞത് നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞു വെറുതെ ഇരിക്കുകയാണ്, രാവിലെ ക്ലാസ്സൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു എന്നാണ് സ്വാമിജിയോട് എന്ന് പറഞ്ഞു. ഓ, അപ്പു ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്വാമി നിർമ്മലാനന്ദ പറഞ്ഞു എന്ന് പറഞ്ഞതല്ലേ? ഇത്രയും വലിയ വ്യത്യാസം ഒന്നുമല്ലെങ്കിൽ അയാളുടെ തടിയും എൻ്റെ അജഗജാന്തരമുള്ള ഞങ്ങൾ തമ്മിൽ താതാത്മ്യം പ്രാപിപ്പിക്കുക എന്ന് പറയുന്നത് കടുത്ത വ്യത്യാസമാണ്. അല്ലെങ്കിലും വിജയനി അടുത്ത കാലത്തായിട്ട് അഭ്യാസം കൂടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലേ മുരളി? അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉദാഹരണങ്ങളിലൊക്കെ വിജയനെ ചേർത്ത് അവർ പറഞ്ഞത്. കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞില്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കർമ്മത്തോടൊപ്പം ഉപാസനയും കൂടി പറഞ്ഞു. തുടർന്ന് മനനത്തോടൊപ്പം നിധിധ്യാസനം പറഞ്ഞു. ഉപാസനയിലും നിധിധ്യാസനത്തിലും വ്യത്യാസം എന്താണ്? ഈശ്വരാകാര ചിത്തവൃത്തി പ്രവാഹരൂപമായ ധ്യാനം ഉപാസനയിലുമുണ്ട്, നിധിധ്യാസനത്തിലുമുണ്ട്. പിന്നെ എന്താണത് വ്യത്യാസം? അതിനുള്ള ഉത്തരം ഭാഷ്യകാരൻ ചന്ദനത്തിൻ്റെ ഉദാഹരണം കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഒന്ന് കണ്ടതാണ്, മറന്നു പോകുന്നില്ലെങ്കിൽ. ചന്ദനത്തടി അനേക ദിവസം വെള്ളത്തിൽ കിടന്നാൽ നുലവിക്കും, പൂപ്പലും ദുർഗന്ധവും ഉണ്ടാവും. അത് പോകുന്നതിന് 2 പണിയുണ്ട്. ഒന്ന്, ആ തടിയെ തന്നെ ചന്ദനത്തൈലം തളിക്കുക. ഇപ്പം അങ്ങനെ നുലവിച്ച അഖിൽ എന്ന് പറയുന്ന പൂപ്പലുള്ള ഒരു മരമുണ്ട്, ചന്ദനമല്ല. മൂത്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒരു പ്രാണി ഉണ്ടാക്കുന്നതാണ് ചന്ദനഗന്ധം. അതിലല്പം ചന്ദനത്തൈലം തളിച്ചാൽ ചന്ദനം പോലായി. അതാണ് മാർക്കറ്റിൽ പലപ്പോഴും ചന്ദനം എന്ന പേരിൽ കിട്ടുന്നത്.
അതുപോലെ ആ ചന്ദന തൈലം പുറത്തു നിന്ന് പുരട്ടുക. കുറച്ച് ദിവസം വരെ ദുർഗന്ധം മാറി ചന്ദനത്തിൻ്റെ സുഗന്ധമുണ്ടാവും. മറ്റൊരു വഴി, പൂപ്പൽ മുഴുവൻ ഒരച്ച് പൂപ്പൽ കളഞ്ഞ് ഇരിക്കുക, സ്ഥിരമായ സുഗന്ധം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ടു മാർഗത്തിലും സ്വരൂപത്തിലും ഫലത്തിലും വ്യത്യാസമുണ്ട്. പുറമേ ചന്ദനത്തൈലം പൂശുമ്പോൾ അത് ശാശ്വതമല്ല, എന്നാൽ ഉരച്ചെടുത്തത് ശാശ്വതമാണ്, ആന്തരികമാണ്. ഉപാസന പുറത്തുനിന്ന് ഭാവനയുടെ ആധാനമാണ്. നിധിധ്യാസനം ഉരച്ച് വൃത്തിയാക്കലാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പുറത്തുള്ള അത് മാറ്റി പുറത്തേക്ക് മണം വരുത്തുന്നതാണ് ഉപാസന. നിധിധ്യാസനം ഉള്ളിൽ നിന്ന് തദ്ഭാവ പ്രകടനമാണ്. പലപ്പോഴും നാം ഗംഗയിലും നർമ്മദയിലും ഭാരതപ്പുഴയിലുമെല്ലാം ധനമർപ്പിച്ചു തൊഴുന്നു. ജലത്തിൽ പൈസ എറിയുകയാണോ എന്നൊരാൾ ചോദിച്ചാൽ, വിശ്വാസം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എറിയുകയാണ്. ഗംഗാമാതാവിനെയും നർമ്മദാ മാതാവിനെയും സ്മരിച്ച് ദേവിയുടെ സ്വരൂപ ആരോപം ചെയ്യുകയാണ്. വിഷ്ണുവിൻ്റെ മൂർത്തി, ശിവലിംഗം ആദിയായവകളിലും ഭഗവത് സ്വരൂപം ആരോപം ചെയ്യുകയാണ്. അത് പുറമേ നിന്നുള്ളതാണ്. അതാണ് ഉപാസനയുടെ വഴി. ആരോപിക്കുകയാണ്. ആരോപിക്കുന്നത് അയാൾ മാത്രമാണ്, മറ്റൊരാൾക്കതില്ല. നിങ്ങൾ ശിലയുണ്ടാക്കി അതിൽ ശൈവനാണെങ്കിൽ ശിവനെ ആരോപിച്ച് ഉപാസിക്കുന്നു, മറ്റൊരാൾ വിഷ്ണുവിനെ ആരോപിച്ച് ശിലയെ ഉപാസിക്കുന്നു. നിങ്ങൾ ആരോപിച്ച ശിവനെ മറ്റവൻ അംഗീകരിക്കുന്നില്ല, മറ്റവൻ ആരോപിച്ച വിഷ്ണുവിനെ നിങ്ങളും അംഗീകരിക്കുന്നില്ല. ഇതുപോലുള്ള ഓരോന്നും. അപ്പം ഉപാസന പുറത്തു നിന്നാണ്, ആരോപം ചെയ്തിട്ടാണ്. അത് നിത്യമല്ല. ഒരിക്കൽ ഒരു നർമ്മദാ ഭക്തൻ, നർമ്മദയുടെ ഭക്തൻ, പഴയകാലത്ത് നർമ്മദ വളരെ പവിത്രമായാണ് എണ്ണിയിരുന്നത്. നർമ്മദയുടെ പരിക്രമണം കഴിഞ്ഞാണ് സന്യാസം. ഇപ്പോൾ പരിക്രമണമില്ല. ഗുരുക്കന്മാരുടെ അടുക്കലെത്തിയാൽ ഭിക്ഷ എടുക്കാൻ വിട്ട് ഭിക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞ് നർമ്മദാ പരിക്രമണത്തിനയക്കും. നർമ്മദാ പരിക്രമണത്തിന് പോകുമ്പോൾ പരിക്രമണ വേളയിൽ വെച്ച് എന്തെങ്കിലും ചമൽക്കാരമുണ്ടാവും. അപ്പോഴാണ് ഒരുവൻ്റെ ഭാവം മാറുന്നു എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്ന ആ ചമൽക്കാരം ഇന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഉണ്ടായ ചമൽക്കാരം കണ്ടാൽ തിരിച്ചവിടെ എത്തണം. അവിടെ എത്തിക്കഴിയുമ്പോൾ ഗുരുവിനും ആ ചമൽക്കാരം കാണാനിടയായിട്ടുണ്ടാവും. അപ്പോൾ ഗുരു അവനെ ബ്രഹ്മവർച്ചസ്സാണെന്ന് കണ്ട് അനുഗ്രഹിച്ച് പൂർണ്ണദീക്ഷ കൊടുക്കും. അങ്ങനെയാണ് പഴയ രീതി. അല്ലാതെ ഇത് ഓടിയങ്ങോട്ടിയെന്ന് മേടിക്കുന്നതല്ല. കാരണം അങ്ങനെ മേടിച്ചാലും ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഭാവതലങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ചാണ് അതെല്ലാം ചെയ്തു പോരുന്നത്. ഇപ്പം നർമ്മദയ്ക്ക് കുറുകെ സർദാർ സരോവർ അണക്കെട്ടല്ലേ, അങ്ങനല്ലേ എൻ്റെ പേര്. അത് കെട്ടിയതോടുകൂടി നർമ്മദാ പരിക്രമണമില്ല. മുമ്പ് നർമ്മദാ പരിക്രമണമുണ്ട്. ഭാരത പരിക്രമണത്തിന് തുല്യമായി കണക്കാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലെ നർമ്മദയുടെ ഭക്തൻ, അപ്പം അദ്ദേഹം ഒരു ദിവസം അങ്ങനെ ഭക്തിയുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അറ്റാക്ക് ഉണ്ടായി. അദ്ദേഹത്തിന് മോഹാലസ്യം വന്നു.
അദ്ദേഹത്തെ ബന്ധുക്കൾ നർമ്മദാ തീരത്ത് കൊണ്ടുവന്നു. നർമ്മദയെ കണ്ട് അയാൾ പേടിച്ചു വിറച്ചു. നർമ്മദയെ ഉപാസിക്കുന്നവനാണ്, ഭക്തനാണ്. പക്ഷെ തീരത്തെത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി തന്നെ നർമ്മദാ ഭക്തിയുള്ള എന്നെ ജനങ്ങൾ നർമ്മദയിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹം കിടന്ന് നിലവിളിച്ചു, എന്നെ കടലിലേക്ക്, എന്നെ സമുദ്രത്തിലേക്ക് എറിയരുതേ എന്ന് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവർ നർമ്മദാമയ്യ എന്ന് പറയുന്നതൊന്നും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേട്ടില്ല. അപ്പോൾ ആരോപമില്ല. ആരോപം നേരത്തെ ഉണ്ടായിരുന്നു. ആരോപിക്കുന്ന ഒന്ന് അവസാനം വരെ ഉണ്ടാവണമെന്നില്ല. നിധിധ്യാസനം അതല്ല. ഉപാസന കൊണ്ട് കിട്ടുന്നത് താൽക്കാലികമായ ആ ഗന്ധമാണ്. പക്ഷെ അത് കയറി പിടിച്ച് പോയാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഉപാസനയൊക്കെ നിന്നു പോകുന്നത്. ഉപാസനയൊക്കെ താൽക്കാലികം ഉപദേശിച്ചു കൊടുത്താലും ശീലം കൊണ്ട് നിത്യവും ചെയ്തു പോകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. നിധിധ്യാസനം വന്നവർ ഉപാസന ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപാസന അവർ തുടരും. ഉപാസന ചെയ്ത് അത് കിട്ടി ഇത് കിട്ടി എന്ന് പറയുന്നവർ ഉപാസന തുടരില്ല. ഇതാണ് പൊതുവെ കാണുന്നത്. എപ്പോൾ വരെ ആരോപമുണ്ടോ അപ്പോൾ വരെ ദേവി. വിഗ്രഹങ്ങളിലും അപ്രകാരം. വിഗ്രഹങ്ങൾ ആരോപം മാറിയാണ് ജലോധിവാസത്തിന് വിടുന്നത്. പുനഃപ്രതിഷ്ഠയിലൊക്കെ അതിൻ്റെ ആരോപത്തെ മാറ്റിയിട്ട് കല്ലാണ് എന്ന് പറഞ്ഞാണ് ജലാധിവാസത്തിന് വിടുന്നത്. ശിവനും വിഷ്ണുവും ഗണപതിയും ഒന്നുമല്ല ഗംഗയിൽ ഒഴുകുന്നത്. അതിലെ ശിവനെയും വിഷ്ണുവിനെയും ഗണപതിയെയും ആരോപിതമായതിനെ മാറ്റിയിട്ട് ആണ് ജലാധിവാസത്തിന് വിടുന്നത്. അങ്ങനെയാണ്, മൂർത്തി മാത്രമാണ്. ഇപ്പം ചന്ദനത്തടിയിൽ ഒഴിച്ച ചന്ദനത്തൈലം പോലെ ആരോപം മാറുന്നു. ഉള്ളിൽ നിന്ന് ഗന്ധം ഉരച്ചുണ്ടാക്കിയാൽ ശാശ്വതമായ ഗന്ധം ഉണ്ടാവും. നിധിധ്യാസനം അന്തസ്ഥിത പരമാത്മാവിൻ്റെ അറിവാണ്. അത് മാറില്ല. ഇവിടെയാണ് ഉപാസകനും അനുഭൂതി സമ്പന്നനും തമ്മിലുള്ള അന്തരം. ഈ അന്തരം അറിയാതെയാണ് ചോദിക്കുന്നത്, എത്ര കാലമായിട്ട് ഉപാസിച്ച ആളാണ് അദ്ദേഹം, അങ്ങനെ ചെയ്യാവോ? അങ്ങനെ അതൊരു താൽക്കാലിക ആരോപമാണ്. ആരോപിച്ച ദൃഷ്ടി അതിൽ നിന്ന് എടുക്കുമ്പോൾ ആരോപം മാറി. അത് വെച്ചാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ മോഹാദ്യാകാര ചിത്തവൃത്തികളെ കളഞ്ഞ് ചൈതന്യജ്ഞാനാകാര വൃത്തി സമ്പാദനമാണ് നിധിധ്യാസനം. അത് അന്തസ്ഥിത പരമാത്മാവിൻ്റെ അറിവാണ്. അന്തസ്ഥിത പരമാത്മാവിൻ്റെ പ്രകടമാകലാണ് പ്രാകട്യം. അന്തസ്ഥിതമായ പരമാത്മാവ് പ്രകടമാവുക ഉള്ളിൽ നിന്ന്. അപ്പോഴാണ് ദേഹാദി ആകാരവൃത്തികൾ ഇല്ലാതായിട്ട് ചൈതന്യജ്ഞാനാകാരവൃത്തി മാത്രം സമ്പാദിക്കുന്നത്. അപ്പോൾ ചിത്തം നിർവികൽപകമാവും. അപ്പോൾ അകത്ത് സച്ചിദാനന്ദം പ്രകടമാകുന്നു. നിധിധ്യാസനത്തിൽ സച്ചിദാനന്ദം പ്രകടമാണ്. അതൊരിക്കൽ പ്രകടമായാൽ പിന്നെ നഷ്ടപ്പെടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന യേന ഭൂതാന്യശേഷേണ ദ്രക്ഷസ്യാത്മന്യധൂമയി
എന്നൊക്കെ ഭഗവാൻ അവിടെ പറഞ്ഞത് ഈ തലത്തിലാണ്. പ്രണിപാതനം, സേവ, ഏവം ജിജ്ഞാസ ഇവയാൽ ജ്ഞാനി അഥവാ തത്വദർശി നിങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നു. ജ്ഞാനം കൈമുതലായിട്ടുള്ളവനെ ചെന്ന് കണ്ട് പ്രണിപതിക്കുക, വണങ്ങുക. വണങ്ങുമ്പോൾ നിങ്ങളെ ഒരാൾ വണങ്ങുമ്പോൾ തോന്നുന്നത് പോലെയുള്ള തോന്നലുണ്ടാവില്ല. ഞാൻ കേമനാണ് എന്നൊക്കെയുള്ള ഭാവത്തിൽ നിങ്ങൾ ഞാനും ഒക്കെ ആണെങ്കിൽ ഇരുന്നേക്കും. ഒരാൾ വണങ്ങുമ്പോൾ തൻ്റെ അന്തസ്ഥിത ചൈതന്യത്തെ ദർശിച്ചിട്ടുള്ള ഒരാൾക്ക് തൻ്റെ ദേഹാദി വസ്തുക്കളെല്ലാം അന്യമായി തോന്നും. അതുകൊണ്ട് വണങ്ങുന്നത് ദേഹാദികളെ അല്ല എന്ന് ബോധ്യമാവും. വണങ്ങുന്നത് ആത്മബോധത്തെയാണെന്ന് ബോധ്യമാകുമ്പോൾ ആ സമയത്ത് കിട്ടുന്നതാണ് ദീക്ഷ. മനസ്സിലായോന്നറിയില്ല. ഒരാൾ ഏകാന്തത്തിൽ രമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയം മുതലായ ചപലതകളില്ലാതെ ആത്മബോധത്തിൽ ആത്മനാ സന്തുഷ്ടനായിരിക്കുമ്പോൾ വന്നൊരാൾ നമസ്കരിക്കുന്നു എന്ന് കാണുമ്പോൾ അത് ആത്മബോധത്തെ നമസ്കരിക്കുന്നു എന്ന് അറിയുകയും തൻ്റെ നാമരൂപാത്മക പ്രപഞ്ചത്തെ അല്ല നമസ്കരിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുരൂപമിരിക്കുന്ന ഗുഹയിൽ നിന്ന് ശിഷ്യൻ്റെ ഗുരുവിരിക്കുന്ന ആത്മജ്ഞാന ഗുഹയിലേക്ക്, ബുദ്ധി ഗുഹയിലേക്ക്, ആജ്ഞാചക്രസ്ഥിതമായ ഗുഹയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് ദീക്ഷ. അല്ലാതെ കണ്ണുമൂടി കെട്ടി ഉപദേശിക്കുന്നതോ കാലച്ചരട് കെട്ടി ഉപദേശിക്കുന്നതോ ഒന്നുമല്ല. അതൊക്കെ ഇതിൻ്റെ ബാഹ്യ ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് ശിവാനന്ദൻ പറയും, ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി അന്തമൂലമറ്റം പാറടി. അതിനെ ഗുഹ തേടി എവിടെ പോകണം? മൂലമറ്റത്ത് പോകണം. പവർ ഹൗസ് എവിടെയാണ്? മനസ്സിലായില്ല? ഇവിടുന്ന് കുറച്ച് പേര് പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു സ്വാമിജി അവരോട് പറഞ്ഞു കൊടുത്ത് ഇത് മുഴുവൻ കറണ്ട് എടുത്ത വെള്ളമാണ്, അതുകൊണ്ട് അവരോട് കുളിച്ചില്ല. പോയവർ അടിച്ചു, വെള്ളത്തിലെ കറണ്ട് മുഴുവൻ എടുത്തിട്ട് വെള്ളം മുഴുവൻ. അപ്പോൾ പവർ ഹൗസ് അവിടെയാണ്. എവിടെ? മൂലാധാരത്തിനറ്റത്ത്. ശക്തിരൂപിണിയെ അവിടെ നിന്ന് ആനയിച്ച് അന്ധക്കരണ വിശുദ്ധി നേടി ചക്രങ്ങളൊക്കെ ഭേദിച്ച് ആജ്ഞാചക്രത്തിലെത്തി ഗുരുവിരിക്കുന്ന ഗുഹയിൽ ഏകാന്തമായി കയറി ഗുരുനിർദ്ദേശത്തെ അനുസരിച്ച് കഴിയുമ്പോഴാണ് പവർ ഹൗസിലുള്ള പവറൊക്കെ പുറത്തേക്ക് റിലേ ചെയ്യാൻ കഴിയുന്നത്. അതുവരെ ഈ സാധനം മായയുടെ മറയിലാണ്. സമർത്ഥന്മാരായ എഞ്ചിനീയർമാർക്കാണിത് വിതരണം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ വിങ്, ഡിസ്ട്രിബ്യൂഷൻ വിങ് ഒക്കെ ഒരുമിച്ച് സജീവമാകണം. പക്ഷേ വിഷയങ്ങൾ മോന്തി ഈ ഡൈനാമൊക്കെ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്.
മനസ്സിലായില്ല. ഈ പവർ ഹൗസിൽ പവർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ ബോധ്യാവും ഇത് അളവില്ലാത്ത ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിധിധ്യാസനം കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ നിധിധ്യാസനം കൊണ്ട് സാധിച്ചെടുത്ത ആചാര്യന്മാരുടെ അടുക്കൽ ചെന്ന് പ്രണിപാതനം, വിനയപൂർവം വണങ്ങി നിൽക്കുക. അപ്പോൾ ഒരു സ്വല്പം പവർ കിട്ടും. മനസ്സിലായില്ല? പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കറങ്ങുന്ന ചക്രം കാരണം പവർ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ല? പവർ പോയ ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്തിട്ട് ഓടിച്ചു തുടങ്ങിയാൽ പിന്നെ പവർ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനല്ലേ എന്ന് പറയാ? കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിഷയങ്ങളിൽ ഈ പവർ മുഴുവൻ ഉപയോഗിച്ചു. വണ്ടി രാത്രിയും പകലുമൊക്കെ ഓൺ ചെയ്തിട്ടു. പവർ ജനറേറ്റ് ചെയ്യാനുള്ള ഡൈനാമോ പ്രവർത്തിക്കുന്ന വീല് കറങ്ങിയുമില്ല. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തത് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പലതും ബാറ്ററിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ഒരു പണിയേ ഉള്ളൂ. ഒന്നുകിൽ ഉന്തി സ്റ്റാർട്ടാക്കുക, എന്നിട്ട് ഡൈനാമോ പ്രവർത്തിപ്പിക്കുക, ബാറ്ററിയിലേക്ക് ചാർജ് കയറ്റുക. ഇല്ലെങ്കിൽ ബാറ്ററി എടുത്തു വെച്ച് ചാർജ് ചെയ്ത് കയറ്റുക, പുനരുപണിത് കയറ്റുക. അല്ലേ ഇതിൻ്റെ പണി? അല്ലേ? ഡ്രൈവിംഗ് അല്ലേ? അറിയില്ലേ? അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ നല്ല പവറുള്ള ബാറ്ററിയുള്ള ഒരെണ്ണത്തിൽ നിന്ന് കുറച്ച് നേരം കുത്തിയിടുക. അല്ലേ? അങ്ങനെയും ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. എന്താ ചിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് ആദ്യം നോക്കേണ്ടത് പവർ ഇറങ്ങിപ്പോവാതിരിക്കാൻ നോക്കണം. ഇത് നാനാ വഴിക്ക് ഇറങ്ങിപ്പോവാണ് പവർ. അടുത്ത കാലത്തായിട്ട് ജനറേഷൻ കുറവ്, പവർ ജനറേഷൻ കുറവ്, നാച്ചുറൽ ലോസ് സ്വാഭാവികമായിട്ട്, അൺനാച്ചുറൽ ലോസ് കൂടുതലായിട്ട്. അങ്ങനെയാണ്. ഈ നാച്ചുറൽ ലോസ് എന്ന് പറഞ്ഞാൽ കമ്പും അതും ഇതുമൊക്കെ കമ്പിയെ തട്ടിയിട്ട് പവർ പോവും. മനസ്സിലായിട്ടില്ല? 35% ബോർഡ് പറയുന്നത് ലോസ് ഓഫ് പവർ, അല്ലേ? 35% ലോസാണ്. ഈ 35% ലോസ് കൂടാതെ നല്ല കച്ചവടക്കാരൊക്കെ പവർ കക്കും. മനസ്സിലായില്ല? ഈ പവർ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പവറിൻ്റെ നല്ലൊരു ഭാഗം അവിടെ നിന്ന് കണ്ണ് കാണിച്ചും കാല് കാണിച്ചും ഒക്കെ ഈ പവർ കട്ടുകൊണ്ട് പോകും. പവറിൻ്റെ മോഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് കവലയിൽ പോയി നിന്നാലും പവർ മോഷ്ടിക്കാനാണ് സാധ്യത. പിന്നെ നെറ്റും ബഹളമൊക്കെ ആയാൽ പവർ പോകുന്ന വഴി പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പവർ ലോസ് കുറയ്ക്കുക, അതിനെ ഇൻസുലേറ്റ് ചെയ്യുക, അതേ വഴിയുള്ളൂ. പഴയ പോലെ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ ഈ പവർ എല്ലാവർക്കും ഒന്നും അത്യാവശ്യമില്ലായിരുന്ന കാലത്ത് ഈ തുറന്ന കമ്പിയെ കൂടെ ഒക്കെ പവർ പോകായിരുന്നു. ഇപ്പം അങ്ങനെ തുറന്ന കമ്പിയെ കൂടൊന്നും പവർ പോകുന്ന കാലമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് 11 kV കൂടിയതായതുകൊണ്ട് നല്ല ഇൻസുലേഷൻ വേണം. നല്ല ഇൻസുലേഷൻ ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം ഇത് സോളിനോയിഡായിട്ട് പ്രവർത്തിക്കും. മനസ്സിലായില്ല? അത് മനസ്സിലായില്ല? ഇത് ഇൻസുലേറ്റഡ് കോയിലാകുമ്പോൾ ഇത് സോളിനോയിഡ് പോലെ പ്രവർത്തിക്കും. സോളിനോയിഡ് പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഇതിന് കാന്തിക മണ്ഡലം ഉണ്ടാവും ചുറ്റും. അപ്പോൾ അങ്ങോട്ട് പവർ എടുക്കാനായിട്ട് കള്ളം പറയണ്ട. കാരണം ഇത് തന്നെ സ്വയം പവർ വേസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം
ഈ പവറെ തൊട്ട് കളിക്കാം, ബാക്കിയുള്ളതിലൊക്കെ തൊട്ട് കളിക്കാം. പവർ ജനറേഷൻ്റെ തത്വം മുഴുവൻ അറിയണം. അതിന് പോകേണ്ടത് ശിവാനന്ദൻ പറയുന്നത് മൂലമറ്റത്തോട്ട് ചെല്ലാനാണ് പറയുന്നത്. ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി അന്ത മൂലമറ്റം പാറടി എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തത്വദർശി നിങ്ങൾക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നു. ഒരിക്കൽ അജ്ഞാനം നഷ്ടമായാൽ വീണ്ടും ഒരിക്കലും മോഹരൂപമായ അജ്ഞാനം വരില്ല. ഉത്തരോത്തരം ജ്ഞാനം പ്രഖരമാവുകയുള്ളൂ. ഫലമാവട്ടെ സമസ്ത പ്രാണികളെയും തന്നിൽ കാണും. പിന്നീട് വ്യാപകത്വം വന്ന് അഭിന്ന പരമേശ്വരനിൽ എല്ലാം കാണും. ഇനി നമുക്ക് വേറൊരു തരത്തിൽ ഈശാവാസ്യം കാണാം. 5-6 തലത്തിൽ കണ്ടു അല്ലേ? വീണ്ടും കാണാം. അപ്പോൾ ഈശ്വരൻ പ്രകാശിക്കുമോ അഥവാ സംസാരം പ്രകാശിക്കുമോ? രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുക സംഭവമല്ല. എന്തുകൊണ്ടെന്നാൽ ഈശപ്രകാശം വിദ്യയാണ്, സംസാരപ്രകാശം അവിദ്യയാണ്. സംസാരം പ്രകാശിക്കുന്നത് ഈശനെ മറച്ചിട്ടാണ്. ഈശൻ പ്രകാശിക്കുമ്പോൾ സംസാരം ഇല്ലാതാവുകയാണ്. വിദ്യയും അവിദ്യയും വിരോധികളാണ്. ആധുനിക ആചാര്യന്മാർ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ്. അതിനാണ് അവർ ദ മീറ്റിംഗ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ദർശനങ്ങളും പാശ്ചാത്യൻ്റെ ഭൗതിക ദർശനങ്ങളും ഒന്നിച്ച് കെട്ടി മുഖം വെച്ച് ഒരു രഥത്തിൽ യാത്ര ചെയ്യുക. ഒരു കാളയെ കിഴക്കോട്ട് കെട്ടുക, വേറൊരു കാളയെ വടക്കോട്ട് തിരിച്ചു നിർത്തി മുഖം വെച്ച് കെട്ടുക. എന്നിട്ട് വണ്ടി മുന്നോട്ട് ഓടിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ ശ്രമം. നടക്കുകയില്ല. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യായാച വിദ്യേതി ജ്ഞാത. സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. നാനാദിശകളിലും ചരിക്കുന്ന ഈ അവിദ്യയും വിദ്യയും അത്യന്തം വിപരീതമാണ്. ഈ കൂട്ടിക്കെട്ട് വന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് മനുവും മറ്റും പറഞ്ഞത് അങ്ങനെ പഠിക്കുന്നവൻ്റെ ചെവിയിൽ ഈ മുരുക്കി ഒഴിച്ചോളാൻ. കാരണം അവൻ വിദ്യയെ നശിപ്പിക്കുന്നു. വിദ്യയുടെ പ്രാധാന്യത്തെ അറിയാതെ പോകുന്നു. അതിനുള്ളൊരു അത്യുക്തിയാണ് ആ പദങ്ങളിൽ മനു ഉപയോഗിച്ചത്. അത്യന്തം വിപരീതമാണ്. ഒന്ന് പശ്ചിമ ദിശയിൽ ചരിക്കുന്നു, മറ്റത് പൂർവ്വദിശയിൽ ചരിക്കുന്നു. ഇവ തമ്മിൽ പരസ്പര വിരോധികളാണ്. ജഗത് പ്രകാശമുണ്ടായാൽ ഈശ്വരൻ മറയുന്നു. കാണാൻ മറയുന്നത്. എൻ്റെ കുട്ടിയോട് പ്രിയം വരുന്നു. കുട്ടിക്ക് പനിയാണ്. ആ ബോധം വരുമ്പോഴേ ഈശ്വരൻ്റെ രൂപം മാറും. ഈശ്വര, അതാ ഒരു 100 രൂപ. 100 രൂപ ഇപ്പോൾ ഭിക്ഷക്കാർ പോലും വാങ്ങിക്കുകയില്ല. എന്നാലും ഒരു 100 രൂപ കൊടുത്തിട്ട് പറയും ഇവൻ്റെ രോഗമെല്ലാം മാറ്റിയേക്കാൻ. മലബാർ ഹോസ്പിറ്റൽസിലൊക്കെ പോയാൽ ഒരു ബില്ല് അകത്തോട്ട് കയറി ഒരു ചായ കുടിച്ചാൽ ഇതിൽ കൂടുതൽ വരും. റൈറ്റ്? അവിടെയാണ് ഈശ്വരൻ കൊണ്ട് ഒരു 100 രൂപ കൊടുത്തിച്ച് പറയുന്നത് കൊച്ചിൻ്റെ പനിയൊക്കെ ഇങ്ങ് മാറ്റി തന്നേക്കണം. ബ്രോക്കർ കല്യാണത്തിന് വന്നാൽ സ്ത്രീധനത്തിൻ്റെ 5% കൊടുക്കണം. അതേ സ്ഥാനത്താണ് എടുക്കുകയല്ലാത്ത പഴയ ഒരു നോട്ട് കൊണ്ട് ഇട്ടേച്ച് പറയുന്നത് മോടെ കല്യാണമൊക്കെ നടത്തി തന്നാലോ.
ഈശ്വരൻ പറയുകയാണ് മോളവിടെ വരികയാണ്. എതിരായിട്ട് ഇലക്ഷൻ നിൽക്കുമ്പോഴാണ് ശനീശ്വരൻ കോവിലിൽ ചെന്ന് ഒരു 101 രൂപ ഇട്ടിട്ട് അവൻ്റെ തടലിടുത്തി വീഴണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ ആ സമയത്തേക്ക് അധ്യാസം വന്ന് മറഞ്ഞ് ഗുണ്ടയായി തീരുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരുപാട് രൂപം സമ്പാദിക്കുന്നുണ്ട് നമ്മുടെ അജ്ഞാനം കൊണ്ട്. പിന്നല്ലാതെ നിങ്ങൾ എന്തോ വേണ്ടി ചോദിക്കാൻ തുടങ്ങുന്നത്? അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന വിഷയലോകം ഉണർന്നു കഴിഞ്ഞാൽ ഈശ്വരൻ മറയും. അതുകൊണ്ട് ഇത് രണ്ടും വിപരീതമാണ്. ഈശപ്രകാശം കൊണ്ട് ജഗത് പ്രകാശത്താൽ മറഞ്ഞ ഈശ്വരൻ, ഈശപ്രകാശം വന്നു കഴിഞ്ഞാൽ ജഗത്ത് മറയും. അപ്പോൾ ഒന്നിൻ്റെ പ്രത്യക്ഷത്തിൽ മറ്റതുണ്ടാവില്ല. അപ്പോൾ വിരോധം എപ്രകാരം? വിരോധം രണ്ടിൻ്റെയും അടുത്തു വരവിലാണ്. പരസ്പര വിരോധം എന്ന് പറഞ്ഞാൽ ഒന്നുള്ളിടത്ത് മറ്റത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ലാതെ അവർ തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ളതല്ല വിരോധം. പ്രപഞ്ചമുണ്ടെങ്കിൽ ഈശ്വരനില്ല. എപ്പോൾ പ്രപഞ്ചം വിലയം പ്രാപിക്കുന്നു അപ്പോഴേ ഈശ്വരനുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരാൽ മൂടണം. അതുകൊണ്ട് ഇവയുടെ സാമഗ്രി പരസ്പരം വധ്യഘാതക ഭാവത്തിൽ സ്ഥിതമാണ്. ഇതിനെയാണ് ഉപനിഷത്ത് ദേവാസുര യുദ്ധമെന്ന് പറയുന്നത്. ഉപനിഷത്തുകളിൽ അവിടെ ഇവിടെ ദേവാസുര യുദ്ധത്തിൻ്റെ വർണ്ണനകളുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ, ദേവതകൾ, ദേവന്മാർ, ഇന്ദ്രിയങ്ങളിലെ ദേവതകൾ, ശരീരത്തിൻ്റെ അവയവങ്ങളിലെ ദേവതകളെല്ലാം ആത്മവഴിയിലേക്ക് തിരിയുന്നത് ഒന്ന്. രണ്ട്, അവ ആസുരീ സമ്പത്തിയുള്ളതായി. അസു പ്രാണൻ, പ്രാണാൻ രഥഃ, പ്രാണരഥഃ. ജീവനിൽ രതി വന്ന് ജീവിക്കാനുള്ള ഇച്ഛയോടുകൂടി വിഷയങ്ങളിലേക്ക് പതിക്കുന്നത് ആസുരം. ഇതിൻ്റെ സങ്കരം ദേവാസുര യുദ്ധം. നിരന്തരം ഈ യുദ്ധമാണ് നടക്കുന്നത്. പക്ഷെ പലപ്പോഴും അസുര വിജയമാണ് കഥ. അസുരന്മാർ ദേവന്മാരുടെ മേലാധിപത്യം പുലർത്തുന്നതാണ് പലപ്പോഴും പ്രത്യക്ഷ വിജയം. ദേവന്മാർ പരോക്ഷപ്രിയരാണ്. അതുകൊണ്ട് വളരെ പരോക്ഷമായ വിജയമേ അവർ നേടുന്നുള്ളൂ. അതാകട്ടെ ദേവന്മാർക്ക് സ്വയം നേടാൻ പറ്റാറില്ല. ഏതൊരു ദേവാസുര യുദ്ധത്തിങ്കലും പരോക്ഷപ്രിയരായ ദേവന്മാർ തനിച്ച് ജയിച്ചിട്ടില്ല. ജയിക്കേണ്ടത് ദേവന്മാരാണെന്നാണ് കണക്ക്. പക്ഷെ അവർ ജയിച്ചിട്ടില്ല. അസുരന്മാർ ജയിക്കും. അതുകൊണ്ട് അസുരന്മാരെ ജയിച്ചപ്പോഴൊക്കെ ദേവന്മാർ ആ ഈശ്വര സഹായത്താൽ മാത്രമാണ് നേടിയത്. അതുകൊണ്ട് അദ്വൈത ഭാവന പരമേശ ശക്തി ഈശ്വരാനുഗ്രഹാത് ഏവ പുംസാം അദ്വൈതവാസന. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലാത്തപ്പോഴൊക്കെ അസുരന്മാർ ജയിക്കും.
അസുര വിജയത്തിൻ്റെ കഥയാണ് ദേവാസുര സംഗ്രാമം മുഴുവൻ. ശരിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ പോയി കാലുകെട്ടി നിന്ന് വിഷ്ണുവിനെ കണ്ട് ചെറിയ സൂത്രപ്പണിയൊക്കെ വിഷ്ണു കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുത്തി വിടുന്നത്. നേരിട്ട് ജയിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെയാണ് കഥ. ഈശ്വര കൃപയാലാണ്, ഈശ്വര സഹായത്താൽ മാത്രമാണ് ജയം. ഈശ്വരകൃപ ആകസ്മികമല്ല, പെട്ടെന്നല്ല. സ്വയം യത്നശീലരാകുന്നവർക്ക് മാത്രമാണ് ഈശ്വരകൃപ. നല്ലപോലെ പ്രയത്നിക്കുന്നവനോടൊപ്പമാണ് ഈശ്വരകൃപ. ലോകത്തിൽ തന്നെ ലൗകികമായ കാര്യത്തിൽ പോലും ധനം ആദിയായവ പോലും ഈശ്വരകൃപയാലാണ്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ധനമുള്ളവനെ കണ്ടാൽ പെട്ടെന്ന് കയറി നിന്ദിക്കരുത്. എവിടെയെങ്കിലും പേരെടുക്കുന്നവനെ കണ്ടാൽ ഉടനെ നിന്ദിക്കരുത്. ഏതൊന്നിൽ ഔന്നത്യം നേടുന്നതും ഈശ്വരകൃപ. ഔന്നത്യം എന്നതെല്ലാം ഈശ്വരനാണ്. ഇതെവിടുന്നാ പഠിക്കുക? ഇതെവിടുന്നാ പഠിക്കുക? എവിടെയുണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം. അതാദ്യം പഠിച്ചു വെക്കണം, തലയിൽ ഉറപ്പിക്കണം. അതിനകത്ത് പറയും, സർപ്പങ്ങളിൽ വാസുകി, നാഗങ്ങളിൽ അനന്തൻ, അസുരഗുരുക്കന്മാരിൽ ശുക്രാചാര്യൻ, ദേവന്മാരിൽ ബൃഹസ്പതി, ഇങ്ങനെ എല്ലാം താനാണെന്ന് പറയും. എന്ത് ലോകത്ത് ഏറ്റവും പ്രധാനമായി എവിടെയുണ്ടോ അത് താനാണ്. ചലങ്ങളിൽ, വാതുവെപ്പുകളിൽ, പമ്പരം കറക്കിയാലും വാതുവെപ്പും ഒക്കെ ഉണ്ടല്ലോ. അതിനെന്താ പേര് പറയുക പൊതുവെ? ചൂതാട്ടം. ചൂതാട്ടങ്ങളിൽ ദ്യുതം. ദ്യുതമെന്ന് പറഞ്ഞാൽ ചൂതുകളി. ഞാൻ തന്നെയാണ്. സ്വന്തം കഴിവിൽ പാണ്ഡവരെ അഹങ്കരിക്കുകയും രാജ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവത് പ്രസാദം കൊണ്ട് കിട്ടിയ രാജ്യം പകുത്ത് ഭീഷ്മൻ ഖാണ്ഡവവനമാണ് പാണ്ഡവർക്ക് കൊടുത്തത്. ഖാണ്ഡവവനം പാണ്ഡവർക്കും ഇന്ദ്രപ്രസ്ഥം കൗരവർക്കും കൊടുത്തു. അപ്പം രാജധാനി ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് സന്താനഗോപാലം വരുന്നത്. അതിങ്കൽ വിജയിക്കുന്നതിന് വേണ്ടി അഗ്നി ആവശ്യപ്പെട്ടു. തനിക്ക് ഖാണ്ഡവവനം ദഹിപ്പിക്കണം. അത് കഴിഞ്ഞ് അർജുനൻ കയറി സമ്മതിച്ചു. അങ്ങനെ അഗ്നി വാങ്ങിക്കൊടുത്തതാണ് ഏതൊക്കെ? അമ്പൊടുങ്ങാത്ത ആവനാഴി, ഗാണ്ഡീവം എന്ന വില്ല്, ഇതെല്ലാം. അതുകൊണ്ട് ശരക്കൂടുണ്ടാക്കി അഗ്നിയോട് ഭക്ഷിച്ചോളാൻ പറഞ്ഞു.
അതിൽ നിന്ന് കൃഷ്ണൻ മയനെന്ന അസുരാശാരിയെ രക്ഷിച്ചു. ആ അഗ്നിയിൽ നിന്ന് സംതൃപ്തനായ മയൻ കൃഷ്ണനോടുള്ള ബഹുമാനാർത്ഥം പാണ്ഡവർക്ക് ഖാണ്ഡവപ്രസ്ഥത്തിൽ ഉണ്ടാക്കിക്കൊടുത്തതാണ് സുപ്രസിദ്ധമായ ഇന്ദ്രപ്രസ്ഥ രാജധാനി. മുമ്പ് പറഞ്ഞതിൽ ഇന്ദ്രപ്രസ്ഥ അല്ല, ഹസ്തിനപുരം. ഖാണ്ഡവപ്രസ്ഥവും ഹസ്തിനപുരവും, ഹസ്തിനപുരം കൗരവന്മാർക്ക് കൊടുത്തു, ഖാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്ക് കൊടുത്തു. അതിൽ ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനി സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കിക്കൊടുത്തത് മയനാണ്. അതിൽ അഭിമാനം വന്നു, രാജസൂയം നടത്തി, അതിലേക്ക് ക്ഷണിച്ചു. ഭഗവാനെ മറന്ന് നടന്നു വരുന്ന ദുര്യോധനൻ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ സ്ഥലമാണെന്നോർത്ത് ചവിട്ടി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ചിരിച്ചു. പാഞ്ചാല നന്ദനയുടെ ആ ചിരി, അതാണ് വസ്ത്രാക്ഷേപത്തിന് കാരണമായത്. സ്വയം വസ്ത്രമില്ലാത്തവനെപ്പോലായ തൻ്റെ നില പരസ്യമായി രാജധാനിയിൽ അവൾക്കുണ്ടാകട്ടെ എന്ന് ദുര്യോധനൻ തീരുമാനിച്ചതുകൊണ്ടാണ്. എല്ലാം കിട്ടുമ്പോൾ വിചാരിക്കണം ഈശ്വരനാണ് തന്നതെന്ന്. പക്ഷെ കിട്ടുമ്പോൾ ഈശ്വരനെ മറന്നുപോകും. പാണ്ഡവന്മാർ മറന്നു കഴിഞ്ഞപ്പോൾ ചൂതുകട്ടയിൽ ഭഗവാൻ കയറി. അത്രയ്ക്കായോ, നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. മനസ്സിലായില്ല? ശകുനിയുടെ ചൂതുകട്ടയിലായിരുന്നു ഭഗവാൻ. ഭഗവാന് യുധിഷ്ഠിരൻ്റെ ധർമ്മത്തേക്കാൾ ഇഷ്ടപ്പെട്ടത് ശകുനിയുടെ ചൂതാട്ടത്തെയാണ് ആ സമയത്ത്. അതുകൊണ്ടാണ് ശകുനി ജയിച്ചത്. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങൾക്കെപ്പോൾ അഹങ്കാരം വരുന്നുവോ, നിങ്ങൾക്കപ്പുറത്ത് നിങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കുന്ന ശകുനിയിലേക്ക് ഭഗവാൻ മാറിയാൽ അവൻ്റെ ചൂതുകെട്ട മറിയും, നിങ്ങൾ തോൽക്കും. ഏത് ചൂതുകെട്ടയും ഭഗവാൻ വിചാരിച്ചാൽ ഈരാറും 12 പകിടയാണ്. കട്ടമറിക്കുന്നത് കട്ടയല്ല, എറിയുന്നവൻ്റെ കൈക്കരുത്തുമല്ല, അതിലൊളിഞ്ഞിരിക്കുന്ന ഭഗവാനാണ്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ പഠിക്കണം. സ്വന്തം വിഭൂതികളെക്കുറിച്ച് അഹങ്കരിക്കുമ്പോൾ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരം, രാജസൂയം, ഇതൊക്കെ ഒരു നിമിഷം മതി. ക്ഷണികമാണ് ഈ പ്രപഞ്ചം എന്ന് ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴും ഭഗവാനാണ്. എത്ര ഉയരങ്ങളിലേക്ക് ഉയർന്ന പാണ്ഡവർ ക്ഷണനേരം കൊണ്ട് രാജസൂയം കഴിഞ്ഞ്, ചൂതുകളിയും കഴിഞ്ഞ്, ഹസ്തിനപുരത്തെ വെല്ലുന്ന ഇന്ദ്രപ്രസ്ഥത്തെ ദുര്യോധനൻ്റെ കാൽക്കൽ വെച്ച് സ്വന്തം ഭാര്യയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് കണ്ട് അനങ്ങാനാവാതെ ഇറങ്ങി വനവാസത്തിന് പോകുന്ന കാഴ്ച. ഹേ മനുഷ്യ, നിൻ്റെ ഉയരങ്ങളെല്ലാം ഏത് നിമിഷവും തട്ടിത്തകർക്കുവാൻ പര്യാപ്തമായ ഒരു പിഞ്ചുകാൽ. കൈതവക്കാൽ, കിശോരകൈതവത്തിൻ്റെ, കിശോരകൈതവം ശിശുസഹജമായ കള്ളത്തരം. എത്ര പ്രായമായാലും കൃഷ്ണനെ കാണുമ്പോൾ ഒരു കിശോര കൈതവമുണ്ട്. ആം ഐ റൈറ്റ്? നിഷ്കളങ്കമായൊരു കള്ളക്കളി. അല്ലെങ്കിൽ ആ യുധിഷ്ഠിരനോട് ഇത് വേണമായിരുന്നു. എത്ര സ്നേഹമുണ്ടായിരുന്നു ആ യുധിഷ്ഠിരന്. എത്ര ആരാധിച്ചതാണ് ആ പാഞ്ചാല നന്ദന. ഇതൊക്കെ മറന്നത്. എത്ര കൂടെ നടന്നതാണ് അർജുനൻ. അർജുനനോടൊക്കെ ഇത് ചെയ്യണമായിരുന്നു. എത്ര സ്നേഹിച്ചാലും ഇതെല്ലാം ചെയ്യുന്ന കണ്ണൻ. എല്ലാവരെയും സ്നേഹിക്കുന്ന കണ്ണൻ. രണ്ടും ആകാം. ആ
കൈതവം കൃഷ്ണഭക്തി അതുകൊണ്ടാണ് ലോകോത്തര ഭക്തിയാകുന്നത്. ഒരു ഭാഗത്ത് കിങ്കിണിയും മുരളിയും കൈവെടിഞ്ഞ് കുരുക്ഷേത്ര സങ്കരത്തിൽ സാരഥിയാകുന്നു, മറുഭാഗത്ത് ഈ കുരുക്ഷേത്ര യുദ്ധത്തെ ഒരുക്കുന്നതിനുള്ള ചൂത് കട്ടകൾ മറിയുമ്പോൾ അതിനകത്തിരുന്ന് മറിഞ്ഞ് ദുര്യോധന രാജ്യം നേടിക്കൊടുക്കുന്നു. ആരാണിവൻ? അന്വേഷിക്കേണ്ടത് അവനെ മാത്രം. നിങ്ങൾ ഭീഷ്മനെ തേടി, ശകുനിയെ തേടി, ദുര്യോധനനെ തേടി, ദ്രോണനെ തേടി, കൃപരെ തേടി അലയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാതെ പോയ ഒരു കിശോര കൈതവമുണ്ട്. അവനാണ് അവൻ. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന. രണ്ട് സദാസമയവും ബാക്കി എന്തൊക്കെ പോയാലും കരയണ്ട, പോകുന്നതൊക്കെ നന്നാണ്. ഭാര്യ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, അച്ഛൻ മരിച്ചാൽ, അമ്മ മരിച്ചാൽ ഇനി ആ ബന്ധങ്ങളൊന്നും ചുമന്ന് ദുഃഖിക്കണ്ടല്ലോ. ജീവിക്കാൻ ഈ ബന്ധങ്ങളൊന്നും ആവശ്യമില്ല. ആനന്ദിക്കാൻ ഈ ബന്ധങ്ങളൊക്കെ തടസ്സമാണ്. കൂടെ കൂട്ടി ഒരു യാത്ര ചെയ്താൽ വേഗം നടക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി, വേഗം നടക്കാൻ പറ്റുമോ? തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതിയോ? നിൽക്കണ്ടേ? കാത്തിരിക്കണ്ടേ? പണ്ട് ഞാൻ കുറച്ച് പേരെയും കൊണ്ടുപോയി, കുറച്ച് പേരെയും കൂട്ടി ഹിമാലയത്തിൽ പോയി. ഹിമാലയത്തിലേക്ക് പോയപ്പോൾ കൂട്ടത്തിലൊരു 5-6 പേരുണ്ട്. 2-3 വയസ്സനും വയസ്സിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൊണ്ടുപോയി. ഇത് കയറുമോ? അതുമില്ല. ഇത് ഒന്നിനെ ഉന്തി കയറ്റി ഒരിടത്ത് കൊണ്ടിരുത്തുമ്പോഴത്തേക്ക് മറ്റത് അവിടെ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതിനെ വലിച്ചു തണ്ണിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തുമ്പോഴേക്ക്, അപ്പോൾ കൂടെയുള്ള ചെറുപ്പക്കാർ ഇതിനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ അവന്മാർ 100 പിടിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അവർ പറയുന്നത് വെച്ചാൽ ഇതിനോടൊക്കെ വീട്ടിലിരുന്നോളാൻ പറഞ്ഞാണെന്നാണ്. പക്ഷേ ഇവനൊക്കെ നടക്കുന്നത് ഇതിൻ്റെ കാശ് കൊണ്ടാണ്. കാരണം ഇവരോട് ഇരട്ടി കാശ് വാങ്ങിച്ചാണ് മറ്റവനെ കൊണ്ടുവരിക്കുന്നത്. വലിയ പാടാണിത്. വയസ്സായതിന് ഇരട്ടി ചാർജാണ്, മറ്റതിന് നോർമൽ ചാർജേ ഉള്ളൂ. ഇതുകൊണ്ട് ഹിമാലയത്തിൻ്റെ ഉച്ചിയിലേക്ക് ഇതിനെയെല്ലാം തള്ളി ഉന്തി കൊണ്ടുപോയി കുറച്ച് ദൂരമൊക്കെ ചെന്നു. ഒരു തരത്തിലായി. അപ്പോഴാണ് ഒരെണ്ണം പറയുന്നത്, സ്വാമി ഇനി അങ്ങോട്ട് ഒരടി പോവില്ല, ഇനി ഒരടി അങ്ങോട്ട് പോവില്ല. ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇതിനൊക്കെ വീട്ടിലിരിക്കാൻ പറ്റില്ല, മണ്ണാൻ കേട്ട, ഇതെല്ലാം കൂടി മനുഷ്യനെ മടിപ്പിക്കാനായിട്ട് കെട്ടിയെടുത്തോളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴവരെന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ എൻ്റെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നതാ. ചൂടായിട്ടാണ്, കണ്ണുമൊക്കെ മിഴിച്ചാണ്. താഴാതിരിക്കാൻ പറ്റുമോ? എന്നാലും ഒരല്പം ഗൗരവമൊക്കെ അടിച്ചു വെച്ചു. പിന്നെ ആരാ നിർബന്ധിച്ചവരെ? നിങ്ങളെൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോകുന്നില്ലേ? അങ്ങേര് പോന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? മനസ്സമാനം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി വേഗം ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വന്നോളെ. ടാസ്കി വിളിക്കാൻ. കുഴഞ്ഞില്ലേ കേസ്? അതുകൊണ്ട് കൂടെ ഉണ്ടെങ്കിൽ ഭാരം കൂടും. ഇതെല്ലാം ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഇതുവരെ ഇത്രയും ചിരിച്ചിട്ടില്ലല്ലേ? അല്ല ശരിയല്ലേ? വലിയ പാടായത്. എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻ്റ്, എന്തെല്ലാം വിഷമം. ഇതൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് നടന്നാലും ഈ വയ്യാവേലിയെല്ലാം വന്ന് തലയിൽ കയറിക്കോളൂ. അല്ലെങ്കിൽ സന്യസിച്ച് വെറുതെ
ചുമ്മാ ഒറ്റയ്ക്ക് നടക്കുന്ന കൂട്ടത്തിൽ സ്വാമി ഞാനും വരുന്നു എന്ന് പറഞ്ഞ് കൂടെ കൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? വിടാൻ പറ്റുമോ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ലോഡ്. അപ്പോഴാ സമയത്തൊക്കെ ഈ ഭാരമൊക്കെ ചുമക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഭാരമില്ലാത്ത ഈശ്വരനിലേക്ക് അങ്ങ് ചേരുക. അവനാണ് പിന്നെ ചുമക്കുന്നത്. നമ്മുടെ ഭാരം ഒന്ന് കുറയ്ക്കുക. ഈ ഭാരങ്ങളും ബന്ധങ്ങളും കുറച്ച് കഴിയുമ്പോൾ അവൻ ഇഷ്ടനായിത്തീരും. അവനും കൊണ്ടുപോകും. അപ്പോൾ സുഖമാണ് യാത്ര. ഭാരം കുറയ്ക്കാമെന്ന് വിചാരിച്ച് താഴെ വെച്ചാലൊന്നും പോരാ. മനസ്സിലായില്ല? മനസ്സിൽ നിന്ന് ആ ബന്ധമെല്ലാം വിടണം. അപ്പോഴേ അവനവിടെ ഉദിക്കുകയുള്ളൂ. മറിച്ച് ഈ ഭാരമൊക്കെ ഇവിടെ വെച്ചേച്ച് ഞാൻ എല്ലാം വിട്ടു, അച്ഛനെ വിട്ടു, അമ്മയെ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ പറയും നീ പരീക്ഷണത്തിൽ ശരിയല്ല, അവർ നിന്നെ വിട്ടു പോകണം. മനസ്സിലായില്ല? കാരണം ഇത് ഉഭയബന്ധമാണ്. അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ ബന്ധിക്കണ്ട എന്ന് അവർക്ക് തോന്നണം. അത് തോന്നാനാണ് പ്രയാസം. ചില മുഖം കാണുമ്പോൾ ബന്ധിക്കാൻ അങ്ങ് തോന്നും. അത് വട്ടം പിടിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചൂടാകും. ചൂടാകുമ്പോൾ ഒന്നുകൂടെ മുറുക്കി പിടിക്കും. മനസ്സിലായില്ല? അങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ കളി. അതുകൊണ്ട് ചൂടായി ഈ ബന്ധം തീരില്ല. ചൂടാകും തോറും ബന്ധം കൂടും. എന്താ ചിരിക്കുന്നു? നോക്കുന്നുണ്ട് അവിടുന്ന്. ചിരിക്കുക മാത്രമല്ല, അവിടുന്ന് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പോണം. അപ്പോൾ ഈ ഈശപ്രകാശം കൊണ്ട് ജഗത്ത് മറയുന്നു. ഒന്നിൻ്റെ പ്രത്യക്ഷം കൊണ്ട് മറ്റതില്ല. ആ ഈശ്വര കൃപ ആകസ്മികമല്ല, പെട്ടെന്നല്ല. അത് പ്രയത്നം കൊണ്ടാണ്. അത് പ്രാപ്തമായാൽ ഈശ്വര കൃപ ഗംഭീരമായി. എന്തു പ്രാപ്തമാകുന്നതും ഈശ്വര കൃപയാണ്. കയ്യും കെട്ടിയിരുന്നാൽ ഈശ്വര കൃപയുണ്ടാവില്ല. ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മീം. ഉദ്യമമുള്ളവരുടെ അടുത്തു മാത്രമാണ് ലക്ഷ്മി പോലും വന്നു ചേരുന്നത്. ഉദ്യമമന്ത് അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്നതിലെ അഭ്യാസവും വൈരാഗ്യവും. സംസാരത്തിൻ്റെ അഭ്യാസം അനാദികാലമായി നടക്കുകയാണ്. വാസന മുഴുവൻ അതിൻ്റെ അഭ്യാസമാണ്. അതുകൊണ്ട് സംസാരത്തിന് പ്രയത്നമില്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് സംസാരത്തിനാണ് പ്രയത്നം വേണ്ടതെന്നാണ്. സംസാരത്തിന് യാതൊരു പ്രയത്നവുമില്ല. അത് നോക്കേണ്ടവരെ നോക്കിയാൽ മനസ്സിലാവും. ഭൂമിയിൽ ഒട്ടേറെ ആളുകൾ സ്വജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് തന്നെയില്ല. വേറെ എന്തിനോ വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ 90% കണക്കെഴുതുന്നവരാണ്. ആർക്കോ വേണ്ടി കണക്കെഴുതിയാണ് സമ്പാദിക്കുന്നത്. ആ കണക്കെഴുതി ലോകത്തിൽ ഒരാൾക്കും ആവശ്യമുള്ള സാധനമല്ല. ക്ലർക്കന്മാരെന്നാണ് പറഞ്ഞത്. മനസ്സിലായോന്നറിയില്ല. ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ ക്ലർക്കന്മാരായിട്ടിരിക്കുകയാണ്. ആ കണക്കെഴുതിയത് കൊണ്ട് ഒരു പ്രൊഡക്ഷനും ഉണ്ടാവില്ല. എൻജിനീയറിങ് കഴിഞ്ഞിട്ട് വരെ ബാങ്ക് ടെസ്റ്റിന് എഴുതി ക്ലർക്കാകാൻ പോവുകയാണ്. കാരണം നിങ്ങളെക്കൊണ്ട് ഒരാവശ്യവും നടക്കുന്നുമില്ല. പിന്നെ 3 നേരത്തെ ആഹാരമൊക്കെ കഴിക്കുന്ന ഇതുകൊണ്ടല്ല താനും. അതുകൊണ്ടൊരു ആഹാരം കഴിക്കാൻ, ജീവിക്കാൻ ഒന്നുമല്ല ഉദ്യമിക്കുന്നത്. വാസനകൾ ഉണ്ടാക്കാനാണ് ഉദ്യമിക്കുന്നത്. അടുത്ത ജന്മത്തേക്കുള്ള വാസനകൾ ഉണ്ടാക്കാനാണ് ഈ ഓട്ടം മുഴുവൻ. ഈ ജന്മം പൂർവ്വനിശ്ചിതമായി തീരും. ഈ ജന്മം ഇങ്ങനെയൊക്കെ അങ്ങ് തീരും. അടുത്ത ജന്മം ഇങ്ങനെയൊന്നും പോയാൽ പോരാ.
അതിനു വേണ്ടിയാണ് ഉദ്യമിക്കുന്നത്. എങ്ങനെ പോകണം, ആ മന്ത്രിയെപ്പോലെ ഈ ഗുണ്ടയെപ്പോലെ ഒക്കെ ആകാൻ വേണ്ടിയാണ് ഇതൊക്കെ വായിച്ചും സിനിമ കണ്ടുമൊക്കെ നേരം കളയുന്നത്. ഈ സമയത്ത് ശരിയായ ഉദ്യമം ഇല്ല. ജന്മമോചനത്തിനുള്ള ഉദ്യമം എങ്ങും കാണുന്നില്ല. ഉദ്യമം മുഴുവൻ സംസാരമുണ്ടാക്കാൻ വേണ്ടി ഉള്ള ഉദ്യമമാണ്, വൈരാഗ്യത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് പരമാത്മാവിനാൽ വൈരാഗ്യവും വേണ്ട. അതുകൊണ്ട് ഇന്നുവരെ സംസാരം പരമാത്മാവിനെ ആച്ഛാദനം ചെയ്തു. പരമാത്മാവൊന്ന്, സംസാരം അനേകം. സംസാരം തൻ്റെ തലങ്ങളിൽ പരാസ്തമായില്ല. മോഹസ്ഥാനി സഹസ്രാണി ഭയസ്ഥാനി ശതാനി ച ദിവസേ ദിവസേ മൂഢമാവിശന്തി ന പണ്ഡിത എന്നാണ് പറയുക. മോഹസ്ഥാന സഹസ്രാണി, 1000 മോഹങ്ങൾ. ഭയസ്ഥാനി ശതാനി ച, 100 കണക്കിന് ഭയങ്ങൾ. ഈ രീതിയിൽ ദിവസങ്ങൾ തീർക്കുകയാണ് മൂഢന്മാർ. പണ്ഡിതൻ ദിവസത്തെ അങ്ങനെ കളയുന്നില്ല. ഇന്ന് മുതൽ പോയിരുന്ന് മെല്ലെ ആലോചിക്കുക, എൻ്റെ ഓരോ ദിവസവും എത്ര ഭയങ്ങളെ ഉണ്ടാക്കും. ഞാൻ ചെയ്യുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് എന്തെല്ലാം ഭയം എനിക്കുണ്ടാവും, എത്രത്തോളം മോഹങ്ങളുണ്ടാവും. ഇത് മുഴുവൻ സംസാരമാണ്. അപ്പോൾ പതിപത്നിമാരുടെ മോഹം പതുക്കെ പതുക്കെ ശിഥിലമാവുന്നു. ആദ്യം വലിയ മോഹമാണ്, പിന്നെ വിളിച്ചാൽ വരാൻ നേരെയില്ലാതാവും. മറ്റേ വിളിക്കണ്ട, വിളിക്കാതെ വരും. അല്ലേ മസൂന? അല്ലേ? ഇപ്പം മോഹം കുറഞ്ഞു തുടങ്ങിയില്ലേ? മറ്റേ ആശ്രമത്തിൽ നിന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് സ്വാമി തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇപ്പോൾ വന്നാൽ പോകുന്നില്ല. കച്ചവടമൊക്കെ ഉള്ളവർ എങ്ങനെയും 12 മണിയാകാതെ വീട്ടിലെത്തുകയില്ല. കാരണം ഈ മുഖം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. കാരണം മോഹം കുറഞ്ഞു വരുന്നു. കാലം ചെല്ലുമ്പോൾ മോഹം കുറഞ്ഞു വരും. ഇവിടെ മോഹം കുറയുന്നതനുസരിച്ച് പുത്രമോഹം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് പുത്രൻ കുറച്ച് അനുസരിക്കാതെ വരുമ്പോഴേക്ക് എന്താവും, പുത്രമോഹം ശിഥിലമാകാൻ തുടങ്ങും. അതുകൊണ്ടും രക്ഷയില്ലെന്നാവും. ഈ മോഹ പരമ്പരയാണ് നടക്കുന്നത്. ഈ ഭർത്തൃമോഹം, ഭാര്യാമോഹം, പുത്രമോഹം ഇതൊക്കെ മാറുമ്പോഴാണ് ഭാഗവത മോഹം മുതലായ മോഹങ്ങളൊക്കെ പതുക്കെ ഉടലെടുക്കും. എന്താ ചിരിക്കുന്നത്? മോഹങ്ങളുടെ ഈ ഗതി മാറുന്നതാണ്. ഇപ്പോൾ ഓരോന്നിൽ നിന്ന് ഓരോന്നിലേക്ക് ഇങ്ങനെ 1000കണക്കിന് മോഹങ്ങളാണ്. അത് കഴിഞ്ഞാൽ ധനമോഹം, ധനമില്ലെങ്കിൽ മാനമോഹം, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനിയായിരിക്കാനുള്ള മോഹം. അപ്പോൾ ഒരെണ്ണമില്ലെങ്കിൽ വേറൊന്ന് ഹാജരാണ്. ആ കൂട്ടത്തിൽ ഭയവും ഉളവാകുന്നു. എന്നാൽ പരമാത്മാവിൽ ഒരു തവണ എത്തിയാൽ അയാൾ സ്വയം അവികാരിയാകയാൽ രാഗം പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അവിനാശിയാകയാൽ ഭയമില്ലാതാകുന്നു. പക്ഷെ അവിടെ എത്തിച്ചേരുന്നതാണ് കാര്യം. തുടർന്ന് മുമ്പോട്ട് പോകുന്നതാണ് കാര്യം. ഒന്നെത്തിച്ചേർന്ന അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഇതിനായി അഭ്യാസം ചെയ്യണം. അവിദ്യ, കാമം, കർമ്മം ഇവ 3 വിരോധികളാണെന്നറിഞ്ഞ് ഇവയെ ശിഥിലമാക്കുക എന്നുള്ളതാണ് അഭ്യാസം. പുണ്യപാപാത്മക കർമ്മത്തെ ശിഥിലമാക്കുന്നതിന് അനുഭയാത്മക കർമ്മം ചെയ്യണം.
പുണ്യവും പാപവും ഇല്ലാത്ത കർമ്മം ചെയ്യണം. കർമ്മങ്ങളിൽ പുണ്യമല്ലെങ്കിൽ പാപമുണ്ട്, രണ്ടും ഇല്ലാത്ത കർമ്മം. കർമ്മ ശുക്ല കൃഷ്ണം യോഗിനസ്ത്രിവിധം ഇതരേഷാം. യോഗികളുടെ കർമ്മം അശുക്ലം അകൃഷ്ണം, കറുത്തതുമല്ല വെളുത്തതുമല്ല. അപുണ്യവും അപാപവുമാണ് യോഗികളുടെ കർമ്മം. അവരുടെ കർമ്മത്തിൽ പുണ്യവുമില്ല പാപവുമില്ല. മഹർഷി പതഞ്ജലി തൻ്റെ പാരിഭാഷിക കർമ്മത്തിന് പറഞ്ഞതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അതിനെ പതഞ്ജലി പറഞ്ഞ വിശേഷത്തിൽ നിന്ന് സർവ്വസാധാരണമാക്കി. യോഗിനഹ എന്നതിൽ യോഗത്തിൻ്റെ വ്യാഖ്യാനം ഒന്ന് മാറ്റി ഭഗവാൻ. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ അതൊന്ന് മാറ്റി പറഞ്ഞു. കർമ്മത്തിൽ കൗശലം യോഗമാണ്. കുശലത എന്താണ്? ആ കർമ്മം നല്ലതാണ്. നിഷ്കാമഭാവത്തിൽ ചെയ്ത് ഭഗവാന് സമർപ്പിക്കുക, സമഷ്ടിയിൽ സമർപ്പിക്കുക. എന്നിരുന്നാലും മോശകർമ്മവും സമർപ്പിക്കുന്നു. എന്നാൽ മോശകർമ്മം ചെയ്യാതിരിക്കുന്നതാണ് നന്ന്, ചെയ്യുന്നതല്ല നന്ന്. അധിക ഉചിതം അതാണ്. കർമ്മം മോശമാകട്ടെ നല്ലതാകട്ടെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്താൽ ഒന്നും പേടിക്കാനില്ല. അങ്ങനെയാണ് മഹാഭാരതമൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കൊരല്പം മര്യാദ സ്വീകരിച്ച് മോശകർമ്മം ചെയ്യാതിരിക്കുന്നതാണ് നന്ന്. അങ്ങനെയാണ് കർമ്മത്തെ ശിഥിലമാക്കുന്നത്. കാമത്തെ ശിഥിലമാക്കുന്നതിന് നേരത്തെ പറഞ്ഞ ഉപാസന അഥവാ ഭക്തി. കർമ്മത്തെ ശിഥിലമാക്കുന്നതിന് നിഷ്കാമകർമ്മം, കാമത്തെ ശിഥിലമാക്കുന്നതിന് ഉപാസന. ഇത് രണ്ടും പഠിച്ചിരിക്കണം. നമ്മളിതറിയാതെ ഉപാസന കർമ്മം എന്നൊക്കെ പറഞ്ഞു നടക്കും. അതിനുശേഷം അവിദ്യയ്ക്ക് നേരെ ഇത് രണ്ടും കഴിഞ്ഞു വേണം അവിദ്യ തൂത്തുവാരാൻ, ചൂലെടുക്കാൻ. എന്നിട്ട് തൂത്തുവാരിയാൽ ഫലം ഉണ്ടാവും, ഇല്ലെങ്കിൽ ആപ്പ് പോലാവും. തൂത്തുവാരുകയും ചെയ്തു, മാലിന്യം ഇട്ട് പോയുമില്ല, വാരിയ മാലിന്യം മുഴുവൻ ദേഹത്തും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് വരാതിരിക്കാൻ നോക്കണം. അപ്പം അതിന് അവിദ്യയ്ക്ക് നേരെ അത് കഴിഞ്ഞ് വേണം തിരിയാൻ. അവിദ്യയെ ശിഥിലമാക്കുന്നതിന് അഭ്യാസമാണ് വഴി. അഭ്യാസം, ശ്രവണം, മനനം, നിധിധ്യാസനം. അഭ്യാസമെന്നാൽ ആവൃത്തി. അതെപ്പോൾ വരെ ചെയ്യണം? പതഞ്ജലി പറയുന്നത് ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിത. വളരെ കാലം, ദീർഘകാലം. ഒരു പ്രാവശ്യം ശ്രവണം ചെയ്താൽ പോരാ, വീണ്ടും വീണ്ടും ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയായാൽ നവനവോന്മേഷശാലിയായി ബുദ്ധി സൂക്ഷ്മമാവും. ഒരു പ്രാവശ്യം വായിച്ചു, പിന്നെ വായിക്കാനുള്ളതൊന്നും ഇല്ലയെന്ന് വന്നാൽ അവിടെ നവനവോന്മേഷശാലിയല്ല വാക്കുകൾ. ചില ആളുകളുടെ വാക്കുകൾ വായിച്ചാൽ ആദ്യം വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും, പിന്നെ വായിക്കുമ്പോൾ വേറൊന്ന് മനസ്സിലാവും, പിന്നെ വായിക്കുമ്പോൾ മറ്റൊന്ന് മനസ്സിലാവും. അത് അവരതിനകത്ത് പ്രതിഭാവിലാസം കൊണ്ട് കയറിക്കൂടുന്നതാണ്. വാക്ക് മനസ്സിനെയും കൊണ്ട് പറക്കുന്നതാണ്. വാങ്മേ മനസ്സി പ്രതിഷ്ഠിതാഹ മനോമേ വാചി പ്രതിഷ്ഠിതം. ചിലർക്ക് മനസ്സ് വാക്കിൽ ഒളിച്ചു വയ്ക്കാൻ കഴിയും. മനസ്സ് അനേകം സങ്കല്പം ഉണ്ടാക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സൊളിപ്പിച്ചു വെച്ച വാക്കിന് ആലോചിക്കും തോറും അർത്ഥം കൂടും. അത് പ്രതിഭാധനന്മാരുടെ കഥയാണ്. അവരെയാണ് പ്രവാചക മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1000 വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോഴും 1000 അർത്ഥം ഉദിച്ചു വരുന്നു വരുന്നത്. ഉത്തമ ഗുരുക്കന്മാരായ
ശ്രീ ശങ്കരാചാര്യരുടെയും മറ്റും ദർശനം എത്ര നൂറ്റാണ്ടായി ആളുകൾ വ്യാഖ്യാനിക്കുന്നു. പിന്നീടൊന്ന് വായിച്ചാൽ ആ വ്യാഖ്യാനമൊന്നും പോരാത്ത ഒരു വ്യാഖ്യാനവും കൂടെ തോന്നും. അതാണ് ആ ദർശനത്തിൻ്റെ പ്രത്യേകത. മറ്റതൊക്കെ ആകപ്പാടെ ഒരു പ്രാവശ്യം സമയം കൊല്ലാൻ ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് വായിക്കാൻ കൊള്ളാം, കവിതയോ കഥയോ. അത് കഴിഞ്ഞാൽ പിന്നെ മുഖം പഠിക്കാൻ കൊള്ളാം, വേറെ ഒന്നിനും കൊള്ളുക. മനസ്സിലായില്ല? മുഖം പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പഴയ കാലത്ത് പഠിച്ചിട്ട് ഇങ്ങനെ തൂക്കുന്നത് പേപ്പറല്ല, അതിന് കൊള്ളാമെന്നാണ് പറഞ്ഞത്. അല്ല, ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ആചാര്യവര്യന്മാർ എഴുതുന്നത് വീണ്ടും വീണ്ടും ആലോചനാമസൃണമായിത്തീരുന്നത് പ്രതിഭാവിലാസം കൊണ്ടാണ്. അപ്പം അതിന് ദീർഘകാല നൈരന്തര്യ സൽക്കാരാസേവിതോ ദൃഢഭൂമി, നവനവ ഉന്മേഷമുണ്ടാവും. ആസ്തിക ഭാവമുള്ളവരുടെ കുട്ടികൾ പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിലും സ്കൂളിലും കുറച്ച് ശ്ലോകങ്ങൾ പഠിപ്പിക്കും. പണ്ട് കാലത്ത്. ഇപ്പം ഇല്ല പണി. ഇപ്പം മുത്തശ്ശിയുടെ ആ പണിയൊക്കെ മനോരമയെ അവരൊക്കെ ഏറ്റെടുത്തിട്ട് കുറേ കൃത്രിമ രൂപങ്ങളുമൊക്കെ വരച്ച് അതിനകത്തൂടെ കുറേ കുരങ്ങിനെയും കുറേ പട്ടിയെയും പൂച്ചയും ഒക്കെ മനുഷ്യരൂപത്തിലാക്കി അവസാനം കുട്ടി ഇത് കണ്ട് കുട്ടിക്കാലത്ത് ഇതാണ് ഇവൻ്റെ അച്ഛനും അമ്മയെന്നൊക്കെ തോന്നി. മനസ്സിലായില്ല? അത് കാണാൻ പാടില്ലേ? അച്ഛൻ കേശുവാ. കേശു എന്ന് പറയുന്നത് മനോരമയിലൊരു കുരങ്ങനായിരിക്കും. അപ്പോൾ അച്ഛനെ ഇവൻ കുരങ്ങനായിട്ടാണ് കാണുന്നത്, അമ്മയെ സിംഹമായിട്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ പാകത്തിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കും. പണ്ടാണെങ്കിൽ ഈ കുട്ടിക്കാലത്ത് നല്ല ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കും. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കുട്ടിക്ക് ഒരർത്ഥവും മനസ്സിലാകുകയില്ലെങ്കിലും സംസ്കൃത ശ്ലോകം ഇങ്ങനെ എത്തിപ്പിടിച്ച് ചൊല്ലി പഠിക്കും. പിന്നീട് ആവർത്തനം കൊണ്ട് സ്വയം കുറച്ചർത്ഥബോധം ഉണ്ടാവും. ആദ്യം അർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് ഒട്ടും തന്നെയില്ല. പിന്നീട് ഭഗവത് കൃപ മൂകനെ വാചാലനാക്കും വിധം ജ്ഞാനം സമ്പൂർണമാവും. അത് പങ്കുവിനെ പർവ്വതം താണ്ടാൻ കഴിവുള്ളതാക്കും. ഇത് വാച്യാർത്ഥമാണ്. എന്നാൽ പതുക്കെ ലക്ഷ്യാർത്ഥത്തിലേക്ക് ഉയരും. അസംഭവമോ അത് സംഭവമാക്കുന്നു. എന്ത് അസംഭവമാണ് അതിനെ സംഭവമാക്കുന്നതാണ് ഭഗവത് കൃപ എന്നവന് ബോധ്യമാവും. അവനിതൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോവും. പഠിച്ചത് അല്ല വന്നിരിക്കുന്നത്. അസംഭവമാണ് അതിന് മാർക്ക് കിട്ടുക. പക്ഷേ അവൻ ഉള്ളിൽ നിന്ന് തോന്നി ഒരെണ്ണം എഴുതി വെച്ചു. അധ്യാപകന് വളരെ ഇഷ്ടമായി. മുഴുവൻ മാർക്കും അവന് കിട്ടി. പഠിച്ചിട്ട് പോയവൻ അത്രയും കിട്ടിയില്ല. അപ്പോൾ അവൻ ഒന്നുകൂടെ ചൊല്ലും. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈശ്വരകൃപ കൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പോൾ ലക്ഷ്യാർത്ഥമെടുക്കുമ്പോൾ അസംഭവമെന്തോ അത് സംഭവമാക്കുന്നു. അത് ലക്ഷ്യാർത്ഥം. അധമനെ മഹാനാക്കുന്ന വിധം ഉദാരമാണ് ആ കൃപ. ജീവനെ പൂർണ്ണമാക്കുന്നതിന് അതുപകാരമാവുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും മനനവും സത്സംഗവും മറ്റും കൊണ്ട് ദിവ്യമായ അർത്ഥം പ്രകടമാവുന്നു. ലക്ഷ്യാർത്ഥവും കടന്ന് പിന്നെയും പോവും. മൂകോ വാചി വാക്ക് രഹിതം എന്ന് മൂകപദത്തിനർത്ഥം. വാക്കില്ലാത്തത് മൂകം. അപ്പോൾ മൂകം മൂകാംബിക ബ്രഹ്മം. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവിൽ
എല്ലാവരും മൂകരാണ്. ഈശ്വരകൃപ കൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ ആരുടെ അടുക്കലും വാണിയില്ല. സകലരും മൂകാവസ്ഥയിലാണ്. ഫലമോ ബ്രഹ്മജ്ഞാനം സാധ്യമല്ല, ബ്രഹ്മധ്യാനവും സാധ്യമല്ല, മനനകഥനാദികളും സാധ്യമല്ല. ഭഗവാന്റെ കൃപ കൊണ്ട് മൂകൻ വാചാലനാകുന്നു. എങ്ങനെ വാചാലൻ? പരാവാക്കുകൊണ്ട് വാചാലനാകുന്നു. അവനിൽ പര ഉണരുന്നു. പരാ പശ്യന്തി മധ്യമാ വൈഖരി. വൈഖരിയാവുമ്പോഴേക്ക് ഈശ്വരൻ മറഞ്ഞു. പര ഈശ്വരൻ മാത്രമാണ്. പരാവാക്ക്, ബ്രഹ്മത്തിൻ്റെ ബോധം പരാവാക്കിലുണ്ടാകുന്നു. അപ്പോൾ എല്ലാം പറയാൻ കഴിയുന്ന വൈഖരിക്ക് ബ്രഹ്മം വിഷയമല്ല, മധ്യമ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നു. അതുകൊണ്ടാണ് വേദമന്ത്രോച്ചാരണം മധ്യമയിലാണ്. അതിൻ്റെയും വിഷയമല്ല ബ്രഹ്മം. പശ്യന്തി നാഭിയിലാണ്. അതിൻ്റെയും വിഷയമല്ല. മൂലാധാരം തഥാ സഹസ്രാരത്തിൽ പരാവാക്ക് ആണ്. പരാവാണിയുടെ ഉദയമുണ്ടാകുന്നതോടെ ബ്രഹ്മം മനസ്സിലാവുന്നു. അകാരം കൊണ്ട് വിശ്വത്തിൻ്റെ ബോധമുണ്ടാകുന്നത് പോലെ, ഉകാരം കൊണ്ട് തൈജസ്സൻ്റെ ബോധമുണ്ടാകുന്നത് പോലെ, മകാരം കൊണ്ട് പ്രാജ്ഞൻ്റെ ബോധമുണ്ടാകുന്നത് പോലെ, അത് കഴിഞ്ഞ് ഖണ്ഡാനാദോപമമായ ധ്വനി ഉളവാകുന്നു. ആ ധ്വനി കൊണ്ട് പരാവാക്ക്. അനാഹത ധ്വനി കൊണ്ട് പരാവാക്ക് അഭിവ്യക്തമാകുന്നു. അപ്പോൾ തുരീയ തത്വത്തിൻ്റെ ബോധമുണ്ടാവും. അത് സാക്ഷാത് പരമേശ്വര ശക്തി രൂപയാകയാൽ അതുകൊണ്ട് ബ്രഹ്മബോധമുണ്ടാകുന്നു. അതിനെ കുണ്ടലിനി എന്നും പറയുന്നു. ഭഗവത് കൃപ കൊണ്ട് പരാവാണി ജാഗൃതമാകുന്നു. അപ്പോൾ ജ്ഞാന ധ്യാനാദി സകലതും സംഭവമാണ്. എപ്പോൾ ഭഗവാന്റെ ധ്യാനം ചെയ്യുന്നു അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ചരണ കമലത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് അരവിന്ദ സമാനമാണ്. അതിൻ്റെ പ്രകാശം 4 ഭാഗത്തും പരക്കുന്നു. ഇമാതിരി ശബ്ദങ്ങൾ ഉയർത്ത് ധ്യാനിക്കുന്നു. ശബ്ദാർത്ഥ പ്രത്യാനാമിതരേതര ഭാവാത് സങ്കരഹ എന്ന് മഹർഷി പതഞ്ജലി ഇവിടെ പറയുന്നു. അപ്പോൾ ഭഗവത് കൃപ കൊണ്ട് പരാശക്തി ജാഗൃതമായാൽ ആ വാണി കൊണ്ട് ബ്രഹ്മസ്മരണം, ധ്യാനം, ദർശനാദി ഉളവാകുന്നു. അപ്പോഴാണ് ശംഖുമുഴക്കി ഭഗവാൻ പ്രഹ്ലാദൻ ആ വാണിയെ ബോധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ധ്രുവൻ പറയുന്നു, ആ സമയത്ത് പ്രഹ്ലാദന് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ധ്രുവന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ധ്രുവൻ ആ സമയത്ത് പറയുന്നുണ്ട്, യോന്തപ്രവിശ്യമമവാചമിമം പ്രതിസുപ്തം സഞ്ജീവയത്യഖില ശക്തിധര സ്വതംന. ഭാഗവതമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുകയായതുകൊണ്ട് ഓർമ്മയുണ്ടാവും. യോന്തപ്രവിശ്യമമവാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധര സ്വതംന. പ്രസുപ്തവാണി ആരുടേതാണ്? സാമാന്യമായ എല്ലാ വാണിയും ജാഗൃതമാണ്. പ്രസുപ്തം, പ്രകർഷേണ സുപ്തം, കുണ്ടലിനി. കുണ്ടലിനിയാണ് പ്രസുപ്തയായി കിടക്കുന്നത്. അവിടുന്നാണ് ഉണരുന്നത്. പ്രസുപ്ത കുണ്ടലിനി, ശക്തിരൂപി പരാവാണി. സരോജ്ഞാനം തദദ്യ അസ്തി സ. അത് തോന്നുന്നു. ഇത് യഥാർത്ഥമൂകം കരോതി വാചാലം. അപ്പം ആദ്യം ശ്ലോകം കാണാൻ പഠിച്ചുകൊണ്ട് പിന്നെ പതുക്കെ പതുക്കെ അർത്ഥം തോന്നി വരും. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് പഠിപ്പിക്കണം. ഇത് കുട്ടിക്കാലത്ത് ഇതൊന്നും പഠിക്കാതെ കണ്ട കുണ്ടാമാണ്ടിയൊക്കെ പഠിച്ച് കാണുന്നതെല്ലാം തിന്ന് നാവും വയറും മനസ്സും തലച്ചോറും എല്ലാം ഒരുമാതിരി കമ്പോസ്റ്റ് കുഴി പോലെയാക്കി അതെല്ലാം അനുഭവിച്ച് അനുഭവങ്ങളുമായി ഓടി നടന്ന് ഇതൊക്കെ
തലയിൽ കയറ്റാമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ആ അനുഭവത്തിൻ്റെ വാസന ഇങ്ങനെ കയറി വരും. അതാണ് ഇതിൻ്റെ വലിയ കുഴപ്പം. പങ്കും ലംഘയതേ ഗിരിം എന്നതിൻ്റെ ദിവ്യാർത്ഥം എന്ത്? പങ്കു എന്നാൽ പാദരഹിതൻ എന്നർത്ഥം. പാദമില്ലാത്തവൻ പങ്കു. പ്രപത്തി സാധനാരഹിതം. ഭഗവത് പ്രാപ്തി സാധനങ്ങൾ, യോഗാഭ്യാസാദികൾ, മന്ത്രയന്ത്രാദികൾ. ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ ഇത്യാദി സാധനാരഹിതം പങ്കുവാണ്. ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ ധ്യാനിച്ചിട്ടില്ല, ഞാൻ ജപിച്ചിട്ടില്ല ഭഗവാനെ, ഇങ്ങനെ ഒരുത്തി പറയുന്നുണ്ട്. പേരറിയാവോ? അങ്ങനെ ഒരുത്തിയുണ്ട് രാമായണത്തിൽ. പറഞ്ഞത് എന്താണ്? മൽഗുരുനാഥന്മാർക്ക് പോലും കാണാൻ കഴിയാവതല്ല താവക തൃപ്പാദം. ജ്ഞാനികളായ ഗുരുനാഥന്മാർക്ക് പോലും. മാതംഗമുനിയുടെ ആശ്രമം, മാതംഗമുനിയുടെ ആശ്രമത്തിൽ വേദഘോഷങ്ങളും യാഗങ്ങളും ഒക്കെ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ആ മാതംഗമുനിയുടെ ആശ്രമത്തിൽ ഒട്ടേറെ ശിഷ്യന്മാരുണ്ട്. അവരോരോരുത്തരും വ്യാപൃതരാണ്. രാവിലെ മുതൽ പൂ പറിക്കാൻ, കഴുകാൻ, തുടയ്ക്കാൻ എല്ലാം. ആശ്രമങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞങ്ങളൊക്കെ ആശ്രമം നടത്തുമ്പോൾ ചെയ്യുന്നത്, കാരണം ആളെ കിട്ടാനില്ല. ഈ വീടുകളിലൊക്കെ വേലയ്ക്ക് നിർത്തുന്ന പോലെയാണ്. വേലക്കാരിയെ വിളിക്കാൻ ചെന്നാൽ അവൾ ചോദിക്കും ആദ്യം വാഷിംഗ് മെഷീൻ ഉണ്ടോ. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ എനിക്ക് നേരമില്ല എന്ന്. വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഉണ്ട്, ഇല്ല മേടിക്കാം, സാരമില്ല. മിക്സി ഉണ്ടോ? ഗ്രൈൻഡറുണ്ടോ? കല്ലരയ്ക്കാനൊന്നും ആണെങ്കിൽ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പറ്റില്ല. ഇങ്ങനെ ഡിമാൻഡുകൾ ഒത്തിരി വയ്ക്കും. അവസാനം അവൾ ചോദിക്കും 64 ഇഞ്ച് TV ഉണ്ടോ? മനസ്സിലായില്ല. എന്തിനാ 64 ഇഞ്ച്, 18 ഇഞ്ച് പോരെയെന്ന് ചോദിച്ചാൽ പറയാം അതിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഞാൻ മിക്സിയിൽ അടിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണണം, അവിടെ നിന്ന് കേൾക്കണം. അത്രയും ദൂരത്തിൽ ദൂരെ. അല്ലെങ്കിൽ മിക്സി അടുക്ക കൊണ്ടു വെച്ച് അടിച്ചാൽ അതിൽ ഗ്രെയിൻസ് വരും. മനസ്സിലായില്ല. അതുകൊണ്ട് അതില്ലാതെ കാണാൻ പറ്റണം. അതൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ പറ്റൂല എന്നാണ് പറയുക. അപ്പോൾ കാലം വളരെ വളരെ വിചിത്രമാണ്. മാതംഗമുനിയുടെ ആശ്രമത്തിൽ ഈ ശിഷ്യന്മാർ കിടന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഇവന്മാർ 3 മണിക്ക് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് പണി മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, ആരാടാ ഇതെല്ലാം തൂത്തുവാരി? എൻ്റെ ഭാഗവും തൂത്തുവാരിയിരിക്കുന്നു. നീയാണോ? ഞാനല്ല, എൻ്റെ ഭാഗവും ചെയ്തിട്ടുണ്ടടാ. വെള്ളമൊക്കെ കോരി കൊണ്ടുവച്ചിട്ടുണ്ട്. ഭഗവാന്, ഗൗതമന്, മാതംഗന് ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാണ്. ഇത് പല ദിവസമായി ഈ ആളിനെ പിടിക്കാനായിട്ട് നോക്കി ഒരു പിടിയും കിട്ടാതെ അവസാനം കക്ഷിയെ തൊണ്ടിയോടുകൂടി പിടിച്ചു. അത് ഈ പെങ്കൊച്ചാണ്. ഇവിടെ പിടിച്ചുകൊണ്ടെന്ന് നേരെ മാതംഗമുനിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. ഇങ്ങനെ ആശ്രമത്തിലോട് കുറേ ദിവസമായി കയറുന്നു, നമ്മളാരും അറിയാതെ. അങ്ങനെയാണ് ഇവൾ മാതംഗമുനിയുടെ ശിഷ്യയാകുന്നത്. പക്ഷേ മാതംഗമുനി അന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്കാർക്കും രാമപാദം കാണാൻ ഇടയുണ്ടാവില്ല. ഞങ്ങൾ പഠിച്ചവരാണ്, പണ്ഡിതന്മാരാണ്, പക്ഷെ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ നിനക്കതിനനുഗ്രഹമുണ്ട്. അതാണ് പങ്കു. ശ്രീശങ്കരൻ രാവിലെ ശാസ്ത്രം ഇങ്ങനെ പഠിപ്പിക്കും ശിഷ്യഗണങ്ങളെ. അപ്പോൾ പ്രായമുള്ളവരാണ് ശിഷ്യന്മാർ. പത്മപാദർ, സുരേശ്വരൻ, ഇവരെല്ലാം ഉണ്ട്. ഗംഭീരമാണ്. അപ്പോൾ ഒരുത്തൻ ശങ്കരൻ്റെ തുണിയൊക്കെ ഇളക്കി വെയിലത്ത് ഉണങ്ങാനിടുന്ന ഒരുത്തനുണ്ട്.
ആരാ? തോടകൻ. അപ്പോൾ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ തോടകനെ കണ്ടില്ല. ചോദിച്ചോ? അപ്പോഴാണ് പത്മപാദർ പറഞ്ഞത്, അവനിതൊന്നും മനസ്സിലാകുമൊന്നുമില്ല, കൊച്ചു പയ്യൻ, അതുകൊണ്ട് ആചാര്യ നമുക്കങ്ങ് തുടങ്ങാം ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പം ശങ്കരൻ ഏതായാലും തോടകം വരുന്നവരിരുന്നു. തോടകം വന്ന ഉടനെ വ്യാസപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് തോടകനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, നീ ഇവരെ അങ്ങ് പഠിപ്പിച്ചേക്കാൻ. അന്ന് തോടകൻ ശങ്കര അദ്വൈതഗന്ധിയായ ശ്രുതിസാര സമുദ്ധരണം ആണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അന്നാണ് മറ്റേ ശിഷ്യന്മാർക്ക് മനസ്സിലായത്, ഇത് പഠിക്കുന്നത് ഇങ്ങനെ കേട്ട് മാത്രമല്ല, പങ്കുവിനെ ഗിരിശൃംഗം താണ്ടാൻ പഠിപ്പിക്കുക. പങ്കും ലംഘയതേ ഗിരിം. അപ്പം ന മന്ത്രം നോ യന്ത്രം തദപിച ന ജാനേ സാധനാരഹിതം. ഗിരിശൃംഗം ലയതേ പൂജ്യം പ്രാപയതി ജ്ഞാനാദികം യാ പ്രതിബന്ധത്രയം പാരയതി. ആരുടെ കൃപ പ്രതിബന്ധക പർവ്വതത്തെ തരണം ചെയ്യിപ്പിക്കുന്നു, ആരാധ്യമായ ജ്ഞാനത്തെ പ്രാപ്തമാക്കുന്നു, ആ മാധവനായിക്കൊണ്ട് മാ പ്രമാ, അതിൻ്റെ പതി, ആ മാധവൻ പരമാത്മാവിനെ ഞാൻ വന്ദിക്കുന്നു. ഇങ്ങനെ ദിവ്യാർത്ഥം ശ്രവണം ചെയ്യാനിടയാകും. അപ്പം ദീർഘകാലം ശ്രവണം ചെയ്യുക. എങ്ങനെ? ആദ്യ അവധി ദിവസങ്ങളിലൊക്കെ തുടങ്ങാം, ഞായറാഴ്ചയൊക്കെ. പിന്നെ നിരന്തരം, ആദ്യം തന്നെ നിരന്തരമായ നല്ലത്. നിരന്തര നിർവ്യധാനം ദീർഘകാലം. 2 മാസവും 3 മാസമൊന്നുമല്ല, 4 കൊല്ലവും 5 കൊല്ലമൊന്നുമല്ല, അനേക ജന്മം വരെ. തിരക്കൊന്നും ഉണ്ടാക്കണ്ട. ഈ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മം, മോക്ഷമൊന്നും വേണ്ട. ജന്മജന്മാന്തരങ്ങൾ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പാടിയിരുന്നാൽ മതി എന്ന് വിചാരിക്കുക. അല്ല, എനിക്ക് മോക്ഷമൊന്നും ഇപ്പം വേണ്ട ഭഗവാനെ, എനിക്ക് നിൻ്റെ ലോകങ്ങളിലിരുന്നാൽ മതി. കാരണം അത്രയും സുഖം മോക്ഷത്തിന് പോലും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പണി ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഭഗവാന് പ്രിയം തോന്നി, ഭഗവാന് പ്രിയങ്കരനാവും, നീ എൻ്റെ കൂടെ തന്നെ ഇരുന്നോളാൻ പറയും. അപ്പം നമ്മൾ പിന്നെ ഓടിപ്പോയി ഭഗവാനെ പിടിക്കാനൊന്നും പോകണ്ട. നീ കുറേ കാലല്ലേ എനിക്ക് വേണ്ടി പാടി നടക്കുന്നു. നാരദ, നീ ഇങ്ങി വാ. നാരം ആത്മവിഷേകം ജ്ഞാനം ദദാതി ഇതി നാരദ. അതുകൊണ്ട് നേരെ വിളിച്ചിട്ട് ഭഗവാൻ പറയും, ഇനി നീ എന്നെക്കുറിച്ച് പാടുകയല്ല വേണ്ട, എൻ്റെ കൂടെ തന്നെ ഇരുന്നോളാനാണ് പറയുക. അപ്പം അതിന് നിരന്തരമായി നിത്യമായി ഭഗവാനെ വിചാരിക്കുക. ഒരു നിമിഷം ഭഗവത് വിചാരം വിട്ടുപോയാൽ വ്യസനമുണ്ടാവില്ല, പരമവ്യാകുലത. കുഞ്ഞു പോകുമ്പോൾ, വസ്തു പോകുമ്പോൾ, മൊബൈൽ പോകുമ്പോൾ, ഷർട്ട് കീറുമ്പോൾ ഒന്നും വ്യസനിക്കണ്ട. അതൊക്കെ കീറിയത് നന്നായി. കീറുന്ന വസ്തുക്കളാണ് കീറിയത്. കീറാത്ത ഒരു സാധനം ഇതാണ്. അതിൽ പരമവ്യാകുലത ഉണ്ടാവുക. ഒരല്പസമയം ഭഗവാനെ വിട്ടാൽ പരമവ്യാകുലത ഉണ്ടാവുക. എന്തെടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒക്കെ ഭഗവാനാണെന്ന് വിചാരിക്കുക. ഭഗവാനാണെന്ന് വിചാരിക്കാതെ ഒരു കാര്യത്തിൽ ചാടിയാൽ അപ്പോൾ വ്യാകുല ചിത്തനാവും. അതിനാണ് പരമവ്യാകുലത എന്ന് പറയുന്നത്. അധികം പോകാനുള്ളതാണ്. അതുകൊണ്ട് ജന്മജന്മാന്തരം, നൈരന്തര്യം, അനേക ജന്മ സംസിദ്ധം, അന്യഥാ ക്ഷണദൂർധ്വമതാർക്കിക എന്നതുപോലെ സർവം കുഞ്ചര ശൗചവത് ആകാതെ
ആനയെ കുളിപ്പിച്ച് നിർത്തിയാൽ അത് ഉടനെ മണ്ണ് വാരിയിടും. അതുപോലെ രാവിലെ ഏറ്റു കുളിച്ചു, പൂജിച്ചു, ഈശ്വരനെ ഭജിച്ചു. ഭജിച്ചേച്ച് കണ്ണും ചുമപ്പിച്ച് ഇറങ്ങി വന്ന് ഭാര്യയോട് ചൂടായി. അന്നത്തെ കുളി തീർന്നു, മണ്ണ് വാരിയിട്ടു. മനസ്സിലായി? നല്ല രസമാണിത് കാണാൻ. രാവിലെ കയറി ഇയാളി കുളി, ബഹളം, ജപം ഒക്കെ നാട്ടുകാരെ കാണിക്കാൻ പത്മാസനത്തിലൊരു ഇരിപ്പൊക്കെ ഇരിക്കുമ്പോൾ ഭാര്യ അവിടെ നിന്ന് ചായയൊക്കെ തിളപ്പിച്ച് കൊണ്ടുവരുന്ന ചായ കുളിയും കഴിഞ്ഞ് ജപവും കഴിഞ്ഞ് വരുമ്പോൾ ചായക്ക് കടുപ്പം പോരാന്ന് തോന്നി, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് ശരിയല്ല എന്ന് തോന്നി. കാരണം ആദ്യത്തെ ദിവസം കടുപ്പത്തിനാണ് ചീത്ത വിളിച്ചത്. പിറ്റേ ദിവസങ്ങൾ കടുപ്പമൊക്കെ എങ്ങനെ ശരിപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴാണ് പറഞ്ഞത്, ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്, ഇന്ന് പഞ്ചസാര ഇട്ട്. ചൂടായി. അപ്പോൾ എങ്ങനെ കൊണ്ട് കൊടുത്താലും ചൂടാവും. വലത്തുകാൽ വെച്ച് കയറിയാലും ചൂടാവും. ഇടത്തുകാൽ എന്താ ചിരിക്കുന്നത്? ഭർത്താവ് ധ്യാനിക്കുന്നവനാണോ? ഭർത്താവ് ധ്യാനിക്കുന്നവനാണോ? അല്ലെങ്കിൽ ചൂടില്ലെങ്കിൽ അത് ശരി, ചായക്ക് ചൂടില്ലാത്തതിന് ചൂടായി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനേക്കാൾ ഭേദം സപ്താഹമാണെന്ന്. അപ്പോൾ ഇത് ഈ മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കും. അത് കുഞ്ചര ശൗചം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ചൂടാകാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഒന്ന് ഓർപ്പിച്ചാൽ മതി, കുഞ്ചര ശൗചം. ഇനി പറഞ്ഞാൽ മതി. കുഞ്ചര ശൗചം എന്ന് മുഴുവൻ പറയണ്ട, കുഞ്ചരം എന്ന് പറഞ്ഞാൽ മതി. അപ്പം മനസ്സിലാവും. ടീച്ചറ് ഏതാ? അത് ഏത്? അത് വലിയ കഷ്ടമാണ്. കുളിച്ചിരിക്കുന്ന അത് ഞാനൊരു അടുക്കം പോകാതിരുന്നാൽ മതി. ഇനി അഥവാ പോവുകയാണെങ്കിൽ ഒരു തോട്ടിയും വളരുമൊക്കെ വെച്ചാൽ മതി. ചില ആന അങ്ങനെയാണ്. അത് മണ്ണ് വാരി അതിൻ്റെ ദേഹത്ത് മാത്രമല്ല എടുക്കുന്നത്, എടുത്ത് അടുക്ക നിൽക്കുന്നവൻ്റെ കൂടെ. ഇത്തരം ആനയ്ക്കുള്ളത് വളരാണ്. അപ്പോൾ കുഞ്ചര ശൗചം പോലെ ആവരുത്. അപ്പോൾ സത്സംഗം കഴിഞ്ഞാൽ സംസാരധൂളികൾ പൂശുക. ഇപ്പോൾ കാണാം, ഇതൊക്കെ കഴിഞ്ഞ് കാപ്പിക്കങ്ങ് ഇറങ്ങുമ്പം എവിടെയാണ് വീട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ ദുഃഖം പോലെ തന്നെയാണോ? ഇത് വളരെ രസമാണ്. അല്ല, ഞാൻ മടുത്തിട്ടാണ് ഇതിനൊക്കെ പോകുന്നത്. എൻ്റെ ഭർത്താവ് നേതാവാണ്, ഒരു നിവൃത്തിയില്ല. സ്വഭാവമൊക്കെ വളരെ മോശമാണ്. എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്നെയല്ല, പുള്ളി വേറൊരാളെയാണ് സ്നേഹിക്കുന്നത്. കാര്യം വീട്ടിലേക്ക് എല്ലാ കാര്യവും നോക്കും, എല്ലാം തരും, എവിടെയും കൊണ്ടുപോകും, ഇതൊക്കെ ചെയ്യും. പക്ഷേ പുള്ളിക്ക് സ്നേഹം വേറൊരാളോടാണ്. അതാരോടും പറയാൻ നിവൃത്തിയില്ല. നിങ്ങളുടെ ഭർത്താവും ഇതൊക്കെയാണല്ലോ, നേതാവും ഒക്കെ ആണല്ലോ എന്നോർത്താണ്. മാത്രമല്ല എൻ്റെ ഭർത്താവിനേക്കാൾ ഉയർന്നതാണ്. എൻ്റെ ഭർത്താവ് താഴെ ലെവലിലാണ്, മറ്റതങ്ങ് മുകളിലാണല്ലോ എന്ന് വിചാരിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ക്ഷമിക്കണം, മറ്റൊന്നും തോന്നരുത് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടേച്ചാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റേയാൾ പറയാണ്, സാരില്ല, നിൻ്റെ ഭർത്താവ് ഒരാളെയല്ലേ പുറത്ത് പോയി സ്നേഹിക്കുന്നുള്ളൂ, എൻ്റെ ഭർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നതാണ്. ഇനി ഞാനെന്ത് പറയാം? അയാളെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണോ നിൻ്റെ ഭർത്താവ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന പരുവത്തിലാവും. അപ്പോൾ ഈ സംസാരധൂളികളെല്ലാം ഈ ക്ലാസ് കഴിയുമ്പോൾ പതുക്കെ പങ്കുവെക്കും. അപ്പം ഇത് പങ്കുവെക്കാതിരിക്കണമെങ്കിൽ നിരന്തര സത്കാര സേവിത, എൻ്റെ നൈരന്തര്യം വേണം. നിരന്തര ശ്രവണാദികൾ, ശ്രവണം ചെയ്തതിനെ സത്ത് ആക്കുക, നഷ്ടമാക്കരുത്, ശൂന്യമാക്കരുത്. ശ്രദ്ധാപൂർവം കേൾക്കുക, അപ്പോൾ ഇതിൻ്റെ സത്കാരമായി. എപ്പോൾ വരെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാവുന്നില്ല അതുവരെ സത്തായില്ല.
ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് സത്തായി. അശ്രദ്ധയോടുകൂടി ശ്രവണം ചെയ്യരുത്. ചെയ്താൽ അത് ജീവിതത്തിലെത്തില്ല. കേട്ടതും കൂടി സത്താവില്ല, അസത്താവും. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയും, അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ നചതത് പ്രത്യനോജന ഇഹ. ശ്രദ്ധയുടെ അർത്ഥം സത് സത്യം ധീയതേ, സത് സത്യം ദദാതി, സത്യത്തെ ധരിക്കുന്നത്. സത്യധാരണ ശ്രദ്ധ. ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് സ്വസ്ഥമായൊരിടത്തിരുന്ന് കഴിക്കുന്നത്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വീട്ടിലാകുമ്പോൾ ഇത് വാരി തിന്നിട്ട് ഓടിപ്പോയിരുന്നു അല്ലേ? ഇത് വിളമ്പി വെച്ചിട്ടിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം 2-3 പേര് കാവലും നിൽപ്പുണ്ട്. തിന്നാൻ തുടങ്ങിയാൽ പറയും മന്ത്രമായില്ല, ഇരിക്കാൻ പറയും. മറ്റതാകുമ്പോൾ അടുപ്പേന്ന് തന്നെ കോരിയിട്ടു, തിന്നു, ഓടി അല്ലേ? ബാക്കിയുള്ളത് അടുപ്പയിലേക്ക് തന്നെ ഇട്ടു. അങ്ങനെയൊക്കെ ശീലിച്ചതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കരുത്. ഭോജനത്തിൽ ശ്രദ്ധ വേണം. കാരണം ആ ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശമാണ് നിങ്ങളുടെ മനസ്സ്. അതിന് ജാതി, നിമിത്തം, ആശ്രയം എന്ന് 3 ദോഷമുണ്ട്. അതാണ് മന്ത്രപൂർവകമായി ഇല്ലാതാക്കുന്നത്. നമുക്ക് പറ്റുന്ന രോഗങ്ങൾ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മനസ്സിൻ്റെ ഇളകിയാട്ടങ്ങൾ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഈതിബാധകളോ ഒക്കെ നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഫലമാണ്. അപ്പോൾ മനസ്സ് ഏറ്റവും സംശുദ്ധമാകാൻ ശ്രദ്ധാപൂർവം വേണം ഭോജനം കഴിക്കാൻ. വളരെ ശ്രദ്ധിക്കണം. ഭോജനമില്ലാതെ ജീവിക്കാനും ആവില്ല. അതുകൊണ്ട് ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് ശക്തിഹീനനായിരിക്കും. അതുകൊണ്ട് ഭോജനത്തിൽ അശ്രദ്ധയുണ്ടാവരുത്. ജ്ഞാനാമൃത ഭോജനവും അനിവാര്യമാണ്. ജ്ഞാനാമൃത ഭോജനത്തിൻ്റെ അഭാവത്തിൽ സൂക്ഷ്മ ശരീരം ശക്തിഹീനമാവും, നശിക്കും. സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രബലതയ്ക്ക് ജ്ഞാനസാരമാണ് ദഹിച്ച് കിട്ടേണ്ടത്. അന്ധക്കരണം സൂക്ഷ്മ ശരീരമാണ്. അത് ജ്ഞാനമില്ലാതിരുന്നാൽ മൃതപ്രായമായിത്തീരും. അത് യോഗ്യമായ ശരീരാന്തരഗ്രഹണത്തിന് കഴിവില്ലാത്തതാവും. പതുക്കെ പതുക്കെ ജഡമാവും. അതാണ് അതിൻ്റെ മരണം. ജഗത്തിനെ ആച്ഛാദിതമാക്കുന്നതിന് ആത്മാവിൻ്റെ പ്രകാശം വേണം. ആത്മപ്രകാശം, സത്കർമ്മം, ഉപാസന, ശ്രവണാദ്യാവൃത്തി എന്നിവ കൊണ്ടാണ് ഇതുളവാകുന്നത്. അത് തന്നെ അദൃഢമല്ല, ദൃഢജ്ഞാനമാവണം. ദൃഢജ്ഞാനമാകുന്നത് വരെ തുടരണം, നിർത്തരുത്. ദൃഢതയുടെ സ്വരൂപമെന്താണ്? ആചാര്യന്മാർ ഇതിനുത്തരം തന്നിട്ടുണ്ട്. ദേഹാത്മജ്ഞാനവജ്ഞാനം ദേഹാത്മജ്ഞാനബാധകം യസ്യാത്മനി സമുത്പന്നം സനേച്ഛന്നവിമുച്യതേ. വർത്തമാനത്തിൽ ദേഹത്തിൽ ആത്മജ്ഞാനം എന്ന പോലെ കാണപ്പെടുന്നു. അതുപോലെ ആത്മാവിൽ ആത്മജ്ഞാനം ഉളവാകണം. നീ ആരാണ് എന്നതിനുത്തരം ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ പാചകക്കാരനാണ്, ഞാൻ അധ്യാപകനാണ്, ഞാൻ രാമലാലാണ്, ഞാൻ കൃഷ്ണലാലാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതല്ല, മറ്റൊന്നുണ്ട്. അത് പറയുന്നതിന് സങ്കോചമുണ്ട്. അല്ലെന്നറിയുന്നതിന് അതിലേറെ സങ്കോചമുണ്ട്. നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ശുദ്ധ മുക്ത ബോധമാണ്. ഞാൻ നിജബോധരൂപമാണ്. അങ്ങനൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട് നേരത്തെ. എൻ്റെ പേര് ഹസ്താമലകെന്ന്. ആചാര്യശങ്കരൻ പോകുമ്പോൾ
അമ്മയും അച്ഛനും കൂടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ശങ്കരൻ്റെ മുമ്പിൽ നിർത്തി. സംസാരിക്കുന്നില്ല, പിന്നെ ഉപനയനം നടത്തണം, ഞങ്ങൾ എന്തു ചെയ്യും ആചാര്യ എന്നൊക്കെ ചോദിച്ച് നമസ്കരിച്ചു. അപ്പോൾ ആചാര്യൻ കുട്ടിയോട് ചോദിച്ചു, പ്രിയമായി പറയുന്നവനെ നീ ആരാണ്? അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ചിരി വന്നു. പൊട്ടനോട് ചോദിക്കുന്ന ഈ ആചാര്യൻ ഇവനേക്കാൾ പൊട്ടനായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ? പക്ഷെ അവൻ മറുപടി പറഞ്ഞു, ഭംഗിയായി മറുപടി പറഞ്ഞു. ഞാൻ യക്ഷനോ ഗന്ധർവനോ കിന്നരനോ, ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒന്നുമല്ല. ന സന്യാസി നച വനസ്ഥഃ. ആചാര്യ, ഞാൻ നിജബോധരൂപമാണ്. ശങ്കരൻ അച്ഛനമ്മമാരോട് പറഞ്ഞു, സ്ഫുടവും സുന്ദരവുമായ സംസ്കൃത ഭാഷയിൽ ഭംഗിയായി ശ്ലോകരൂപത്തിൽ പറയുന്ന കുട്ടിയെ കണ്ട് ശങ്കരൻ അച്ഛനമ്മമാരോട് പറഞ്ഞു, ഇവൻ നിങ്ങളുടെ വീടിന് പറ്റൂല, അതുകൊണ്ട് ഇവൻ എൻ്റെ കൂടെ പോരട്ടെന്ന്. അങ്ങനെയാണ് അവന് ഹസ്താമലകൻ എന്ന് പേര് നൽകി ശങ്കരൻ കൂടെ കൂട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ബോധരൂപമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ പറയും ക്ഷത്രിയനാണ്, ബ്രാഹ്മണനാണ്, വൈശ്യനാണ് എന്നൊക്കെ പറയും. ആരും ഹസ്താമലകൻ്റെ മാതിരി ഉത്തരം നൽകിയില്ല. അത്ര കണ്ട് ശരീരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു. അത്ര കണ്ട് വിവേകം, അത് പൃഥക്കരിച്ചറിയണം. നീ ആരാണെന്ന് ചോദിച്ചാൽ പ്രഥമ വ്യവഹാരാർത്ഥം ആണ് എല്ലാവരും പറയുന്നത്. ആത്മദൃഷ്ടി ഉണ്ടാവുക ആദ്യം വേണ്ടത് അതാണ്. ഭഗവാൻ ശങ്കരാചാര്യർ ഹസ്തമലകനോട് ചോദിക്കുമ്പോൾ ഹസ്താമലകൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ശങ്കരൻ ചോദിച്ചതാണ്, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ധ കിന്നാമദേത്വം കുതാഗതോസി എന്നാണ് ചോദിച്ചത്. ഈ പ്രശ്നം കേട്ടിട്ട് ഹസ്താമലകൻ പൂർവദൃഢ സംസാരം കൊണ്ട് പറഞ്ഞു, നഹം മനുഷ്യോ നച ദേവയക്ഷൗ ന ബ്രഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന മോക്ഷസ്യ കാംക്ഷ ഭവവിഭവവാഞ്ചാപി ച നമേ ന വിജ്ഞാനാപേക്ഷ എന്നൊക്കെ ഭംഗിയായി. നാഹം മനുഷ്യോ നച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര. ഞാൻ മനുഷ്യനല്ല, ഞാൻ ദേവനല്ല, ഞാൻ യക്ഷനല്ല, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനല്ല, ഞാൻ വൈശ്യനല്ല, ശൂദ്രനല്ല. അപ്പോൾ വളരെ ഭംഗിയായി ഉത്തമമായി പറഞ്ഞു. അവിടെ ആർക്കാണോ ഇങ്ങനെ ബോധമുള്ളത് അവർ ആഗ്രഹിക്കാതെ തന്നെ മുക്തരാണ്. അത്തരക്കാർക്ക് മുക്തിക്ക് ആഗ്രഹിക്കേണ്ട ആവശ്യം പോലുമില്ല. അംബാസ്തുതിയിൽ ഇത് ശങ്കരാചാര്യർ പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ ശബ്ദത്തിൽ, ന മോക്ഷസ്യ കാംക്ഷ, എനിക്ക് മോക്ഷേച്ഛയില്ല. സംസാരം ഉണ്ടെങ്കിലല്ലേ മോക്ഷത്തിന് ആഗ്രഹിക്കേണ്ടതുള്ളൂ. എനിക്ക് സംസാരം ഇപ്പം തന്നെ ഇല്ല, സംസാര വൈഭവത്തിനുള്ള ഇച്ഛയുമില്ല. അപ്പോൾ വിജ്ഞാനം ആഗ്രഹിക്കുന്നുവോ ഇല്ലയോ? വിജ്ഞാന അപേക്ഷയൊക്കെ പാമരൻ്റെതാണ്, അതൊന്നുമില്ല. ശശിമുഖികളോടുള്ള സുഖേച്ഛയുമില്ല. ഇനി ഈ ലോകത്ത് സുന്ദരികളാണ് സുഖം തരുന്നത് എന്നോർത്ത് അവരോടുള്ള ഇച്ഛയും ഇല്ല. എനിക്കൊരു പ്രകാരത്തിലുള്ള ഇച്ഛയുമില്ല. അതുകൊണ്ട് മോക്ഷേച്ഛയുമില്ലെങ്കിൽ സനേച്ഛന്നപി മുച്യതേ, അനിച്ഛനായിട്ടുകൂടി മോക്ഷം ലഭിക്കും. മോക്ഷേച്ഛയില്ലാതിരുന്നിട്ടും കൂടി മോക്ഷം ലഭിച്ചു. സംസാരത്തിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടുകൂടി സംസാര വൈഭവം വന്നു.
എല്ലാം അവരുടെ ചുറ്റും നിൽക്കുക. സംസാരം വേണ്ട, പക്ഷെ സംസാരം വന്ന് നിൽക്കുകയാണ്. എന്നെ ഒന്ന് നോക്കൂ, എന്നെ ഒന്ന് സ്വീകരിക്കൂ, ഞാനിവിടെ വന്നിട്ടില്ലേ എന്ന മട്ടി നിൽക്കുകയാണ്. ആ രീതിയിലാണ് പറയുന്നത്. ദൃഢമായ ഈ ജ്ഞാനം കൊണ്ട്, ഈശജ്ഞാനം കൊണ്ട് ജഗത്തിൻ്റെ ആച്ഛാദനമുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെ? ശ്രവണാദികൾ കൊണ്ട് അകത്തുനിന്ന് വെളിയിൽ വരുന്നു. അന്തസുപ്തവാണി ജാഗൃതമാകുന്നു, അന്തസുപ്തജ്ഞാനം ജാഗൃതമാകുന്നു, അന്തർ ആച്ഛാദിത ബ്രഹ്മം പ്രകടമാവുന്നു. അപ്പോൾ ഈശ്വര ദർശനം കൊണ്ട് ജഗത്തിനെ ആച്ഛാദനം ചെയ്യണം എന്നല്ലായിരുന്നുവോ പറയേണ്ടത്? ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ എങ്ങനെ ആച്ഛാദനം ചെയ്യും? ഈശ്വരൻ വസ്ത്രമൊന്നുമല്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ആച്ഛാദനം ചെയ്യുവാൻ, ഈ ശങ്കയ്ക്ക് സമാധാനം, ആച്ഛാദനം ചെയ്യുവാൻ എന്നത് ദർശനം അഥവാ ജ്ഞാനം ഈശ്വരനിൽ നിന്ന് അതിരിക്തമല്ല. അത് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ മേൽ അവിദ്യയുടെ ആവരണം ഏതുണ്ടോ അതിനെ ഉന്മൂലനം ചെയ്യുന്നത് തന്നെ ഈശ്വരജ്ഞാനം. അർത്ഥമെന്തെന്നാൽ അവിദ്യ ആവരണാച്ഛാദിത വിശിഷ്ട ഈശനെ വിശേഷരഹിതമാക്കുന്നത് തന്നെ ജ്ഞാനം. ജഡവസ്തുക്കൾക്ക് ആവരണം മാറിക്കഴിഞ്ഞ് പ്രകാശം കൊണ്ട് പ്രകാശമാനമാക്കുന്നത് എന്തോ അത് ഈശജ്ഞാനം. ചേതനാ സംയമം പ്രകാശമാനമാണ്. അതിനെ പിന്നീട് പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മാ വാ ഇദമഗ്രമാസീത് ആത്മാനമേവാ വൈദ് അഹം ബ്രഹ്മാസ്മീതി. പ്രഥമമായി ഒരു ബ്രഹ്മം മാത്രമായി ഉണ്ടായിരുന്നത്. സദേവ സൗമ്യ ഇദമഗ്രമാസീത് ഏകമേവ അദ്വിതീയം. ഇങ്ങനെ ചാന്തോഗ്യത്തിൽ ബ്രഹ്മത്തെ തന്നെ സത് ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞു. ബൃഹദാരണ്യകത്തിൽ തന്നെ ഇതിൻ്റെ മുമ്പ് ആത്മൈവേദം അഗ്ര ആസീത് പുരുഷവിധ ഇത്യാദി ശ്രുതി വരുന്നു. ഈ ജഗത്താകെ വേറെയായിരുന്നില്ല, ആത്മാവ് തന്നെയായിരുന്നു. സോ അനുവീക്ഷ്യ നാന്യതാത്മനോ അപശ്യത് സോഹമസ്മിത് അഗ്രേ വ്യാഹരൻ തദോഹം നാമാഭവത്. ഇത് ബൃഹദാരണ്യകത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഭാരതീയ ചിന്തയിൽ ആദ്യം ജ്ഞാനം മാത്രമായിരുന്നു. പിന്നെയാണ് ജ്ഞാനം മാത്രമായിരുന്ന ആ തലമാണ് പിന്നെ ജഗത്തായി പ്രകാശിച്ചത്. അങ്ങനെയാണ് അജ്ഞാനം പതുക്കെ പതുക്കെ വന്നത്. അത് അഹമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ മുതൽ ആത്മാവിൻ്റെതായി അഹം ശബ്ദം പ്രയോഗിച്ചു തുടങ്ങി. ഏതിൻ്റെ ഹനനത്തിന് മറ്റൊന്നില്ലയോ അതാണ് അഹം. അങ്ങനെയാണ് ബൃഹദാരണ്യകം പറയുന്നത്. ഏതൊന്നിനെ കൊല്ലാൻ വേറൊന്നില്ല, അത് അഹമാണ്. ഏതൊന്നിനെ മുറിക്കാൻ മറ്റൊന്നുകൊണ്ട് കഴിയുന്നില്ല, അത് അഹമാണ്. സനൈവരേമേ തസ്മാത് ഏകാകി നരമതേ. അവന് ആനന്ദമുണ്ടായില്ല. അങ്ങനെയാണ് ബൃഹദാരണ്യകം ഇത് അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏകാകിക്ക് കുറച്ചാനന്ദമുണ്ടായില്ല. മുഴുവൻ ആനന്ദമായിരുന്നത് കുറച്ചാനന്ദത്തിന് ശ്രമിക്കുകയാണ്. ഏകാഗിയായിരുന്നപ്പോൾ എന്തായിരുന്നു? മുഴുവൻ ആനന്ദമായിരുന്നു. പക്ഷേ അത്രയും വേണ്ട, കുറച്ച് മതി. സാധനമൊക്കെ തരുമ്പോൾ പറയല്ലേ കുറച്ച് മതി, അയ്യോ വേണ്ട,
മുഴുവൻ എടുത്തു, വേണ്ട, കുറച്ചാണ് ലൗകികാനന്ദം. ലൗകികാനന്ദം എപ്പോഴും കുറച്ചാണ്. അങ്ങനല്ലേ പറയാ, ലിറ്റിൽ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുക. ചെറുതായിരിക്കുന്നതാണ് സുന്ദരമായിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചാനന്ദം. ഏകാകി ന രമതേ സ നൈവരേമേ. ഏകാകിക്ക് കുറച്ച് ആനന്ദമുണ്ടായില്ല. രമു ക്രീഡായാം, അതുകൊണ്ടവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് രണ്ടാമതൊന്നിനെ ഉണ്ടാക്കി. ബൈബിളിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ബൃഹദാരണ്യകം പോലെ തന്നെയാണ് ബൈബിളിലും പറയുന്നത്. അതിൽ നിന്ന് രണ്ടാമതൊന്നിനെ ഉണ്ടാക്കി, തന്നിൽ നിന്ന് മറ്റൊന്നിനെ സൃഷ്ടിച്ചു. അതാണ് ഇദം. താൻ, തത്, അത് ബ്രഹ്മം, ഇത് വിശ്വം. ലീലാർത്ഥം സൃഷ്ടിരിത്യേകേ. കുറച്ച് പേര് പറയുന്നത് ക്രീഡിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. ഈ ഇദം മുൻപ് ബ്രഹ്മം തന്നെയായിരുന്നു. എന്നാൽ അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടായാൽ അത് ഭാരിച്ച വിരോധമാവും. ഒരു മതത്തിൽ നിന്ന് മാറിപ്പോകുന്നവൻ അതിൻ്റെ കടുത്ത വിരോധിയാവുന്നത് പോലെ. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയവിഷയിണോ തമഹ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ എന്ന് ശങ്കരഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അസ്മത് പ്രത്യയ ഗോചരം അഹം, മറ്റത് യുഷ്മത് പ്രത്യയ ഗോചരം ത്വം, നീ, അഥവാ ഇതം. രണ്ടിൻ്റെയും മേളനം അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് വിരോധം കാണിക്കുന്നതിന് യുഷ്മത് പ്രത്യയം പറഞ്ഞു. അന്യഥാ ഇതമസ്മത് പ്രത്യയഗോചരം എന്ന് പറഞ്ഞു. ഈ ഞാൻ വന്നു, ഈ ഞാൻ ഇരുന്നു, എന്നാൽ നീ ഞാൻ വന്നു, നീ ഞാനിരുന്നു ഇപ്രകാരം പറയില്ല. അപ്പം ഇതങ്കാരാസ്പദമായ ജഗത്ത് അഹമർദ്ധമായ ആത്മാവിൽ നിന്ന് അത്യന്തം വേറെയാണ്. ആദ്യവസാനം വേറെയാണ്. രണ്ടും തമ്മിൽ വിരോധമാണ്. വഴക്കായാൽ ഇതം അഹത്തിൻ്റെ മേൽ ആക്രമണത്തിന് നിശ്ചയമായും പറഞ്ഞിരിക്കും. നേരത്തെ ഇത് ബ്രഹ്മമായിരുന്നു. ബൃഹത്വാത് ബ്രഹ്മ. എത്ര ബൃഹത്, എത്ര വലുത്. ബൃഹത് ചെറുതായി. നിരുപപദമായ ബൃഹത് പദത്തിൻ്റെ അർത്ഥം സർവബൃഹത്, എല്ലാത്തിലും വലുത്. സമയം എന്തായി? കാരണം എല്ലാവരും വീശു തുടങ്ങി, അതുകൊണ്ടാണ്. ഇപ്പം സമയമായിട്ടുണ്ട് ഏതാണ്ട് അല്ലേ? അപ്പം ഇനി ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ആകാം, അല്ലെങ്കിൽ ശ്രദ്ധ പയ്യെ കുറയുന്നു അല്ലേ? ചെറുതായിട്ട് കുറയുന്നു. അപ്പോൾ ഒന്നീ ചിലർ ഉറക്കത്തിലേക്ക് വഴുതും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങും. ഇപ്പോൾ അവസാനിപ്പിക്കും. ഹരിയോ.